हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा महाराज की जय മഞ്ജരി ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. ക്ഷമിക്കണം, ഉച്ചയ്ക്ക് ലൈവ് എടുത്തപ്പോഴേക്കും വൈഫൈ ഡിസ്കണക്റ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് പിന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്. ക്ഷമിക്കൂലോ അല്ലേ. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ആരൊക്കെയാണ് അന്നദാനം തന്നിരിക്കണേന്ന് പറയാം. എല്ലാവരും ലൈവിൽ വരട്ടെ കേട്ടോ. എല്ലാവരും വന്ന ഉടനെ ലാലി മാതാജിക്ക് വേണ്ടി ഞാൻ വൈകുന്നേരം പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പൊ പൂജ കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ലൈവിൽ വരട്ടെ. എന്നിട്ട് നമ്മൾ അന്നദാനത്തിന്റെ ലിസ്റ്റ് വായിക്കാം കേട്ടോ. കാണുന്നില്ല മെസ്സേജുകൾ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. ഇവിടെ എയർടെല്ലൊക്കെ പോയി കിടക്കാണ് വൈഫൈ. ശരിയായിട്ടുണ്ട് വീട്ടില്. നോക്കട്ടെ. ജയശ്രീ മാതാജി, ഉഷ മാതാജി, ശാലിനി കെ മാതാജി, ദീപചന്ദ്രൻ മാതാജി, സുജിത് തുപ്പത്തി, ജയ് ഗുരുദേവ്. നമ്മുടെ ഗുരുദേവിന്റെ വ്യാസപൂജയാണ്. നമ്മുടെ ജയപതാക് മഹാരാജിന്റെ വ്യാസപൂജയാണ് നാളെ, ഏകാദശി ദിവസം. രമാ പ്രസന്നകുമാർ മാതാജി, ദിവ്യ കെ നമ്പൂതിരി മാതാജി, ദിവ്യ മാതാജി, സുജാത മാതാജി, ഷാജി പ്രഭു. ഉച്ചയ്ക്ക് ഇങ്ങനെ ലൈവ് എടുത്തുകൊണ്ട് ഇങ്ങനെ തുടങ്ങി വരെയായിരുന്നു. നമ്മുടെ സുജാത മാതാജിക്ക് ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങുമ്പോഴേക്കും ലൈവ് കട്ടായി. പിന്നെ ഞാനത് പോസ്റ്റ് ചെയ്തില്ല, കാരണം അധികം ഇല്ലല്ലോ, 1 മിനിറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പോയതാ, വൈഫൈ പോയി എയർടെല്ലിൻ്റെ. അപ്പം ഞാൻ എയർടെല്ലുകാരനെ വിളിച്ച് വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പണിയാണ് കാണിച്ചത്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ക്ലാസ് എടുക്കാനുള്ളതാണെന്ന്. മെനയാന്ന് മുഴുവൻ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറയണം, മാഡം അല്ലേ പറഞ്ഞത് രാവിലെ 10:30ക്കാണ് ക്ലാസ് എന്ന്. അപ്പം ഞാൻ 10:30ക്ക് പണി ചെയ്യാതെ വേറെ സൈഡിലേക്ക് പോയി. അപ്പം ഞാൻ ഇവിടെ പണി ചെയ്യാൻ വന്നപ്പോഴേക്കും ഓഫ് ചെയ്തോ പറഞ്ഞു. അയ്യോ, ഞാൻ ഇപ്പോഴാണ് ക്ലാസ് എടുക്കാൻ പോയത്. പിന്നെ ശരിയാക്കി അവർ. ഐശ്വര്യ, സുജാ മാതാജി, ശ്രീകല മാതാജി, അംബിക മാതാജി, സുബി ഗോപി മാതാജി, സുരേഷ് പ്രഭു. കുറേ പേര് മേലോട്ടായിപ്പോയി. ഇന്നത്തെ അന്നദാനം എത്ര പേര് വന്നു എന്നൊന്നും കാണുന്നില്ല. ഞാൻ എന്തായാലും പേര് വായിക്കാം. ബാലകൃഷ്ണൻ പ്രഭു. ഇന്നത്തെ അന്നദാനം നമ്മുടെ ചാന്ദിനി പി കുമാർ, വിശാഖം നക്ഷത്രം. ചാന്ദിനി മാതാജിയുടെ പേരിൽ 3 ഫുഡ്. അശ്വിനി പി വി 2 ഫുഡ്. ഷൈൻ പ്രഭുവിൻ്റെ പേരിൽ 3 ഫുഡ്. പ്രവീണ ദുബായ് 14 ഫുഡ്. നന്ദഗോപൻ 5 ഫുഡ്. ഹരികൃഷ്ണൻ 3 ഫുഡ്. അഭിറാം തിരുവോണം 7 ഫുഡ്. രവീന്ദ്രൻ രോഹിണി, ശ്രീകുമാർ മകേര്യം 7 ഫുഡ്. അതുൽ ആയില്യം 5 ഫുഡ്. വിജയൻ ഇളയത് 3 ഫുഡ്. ഓക്കെ, ഇത്രയാണ് കൊടുക്കുന്നത്. അന്നദാനം കൊടുത്ത എല്ലാവർക്കും മഞ്ജരീസിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ലാലി മാതാജി അറിയിക്കുകയാണ്. പിന്നെ അന്നദാനം നമ്മൾക്ക് തന്നു കഴിഞ്ഞാലേ കൊടുക്കുന്നതിന് മുമ്പേ, അതായത് ഞാൻ ലിസ്റ്റ് ഇടുന്നതിന് മുൻപേ നമ്മുടെ അഡ്മിൻസ് അവരെ വിളിക്കും. ഇന്ന് നിങ്ങളുടെ അന്നദാനമാണ്, ലൈവ് കാണണമെന്നും പറഞ്ഞ് വിളിക്കും. പിന്നെ നമ്മൾ ആരുടെയൊക്കെ പേരിലാണെന്നുള്ളത് നേരെ എവിടെ പോസ്റ്റ് ചെയ്യും, നമ്മുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. ഇന്ന ആൾക്കാരുടെ അന്നദാനമാണ് എന്നുള്ളത്. അപ്പം ഒരേ പേരിലുള്ള അന്നദാനം ഉണ്ടെങ്കിലും ആൾക്കാർക്ക് അറിയാം ഇത് ഞങ്ങളുടെ ആണ് എന്നുള്ളത് ഉറപ്പായിട്ട് അറിയാൻ പറ്റും. അവരെ വിളിച്ച് ഓർമ്മപ്പെടുത്തും. നമ്മൾ വിളിച്ചിട്ട് ആരെങ്കിലും ഫോൺ എടുത്തില്ലെങ്കിൽ അവരെ വാട്സപ്പിൽ നമ്മൾ റിമൈൻഡറായിട്ട് ഇട്ട് കൊടുക്കും. ഇന്ന് നിങ്ങളുടെ അന്നദാനമാണ് കേട്ടോ എന്ന് നമ്മൾ റിമൈൻഡറായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോഴും അവർക്കറിയാം ഞങ്ങളുടേത് ഇന്ന് കൊടുത്തത് എന്നുള്ളത്. പിന്നെ നമ്മുടെ ലൈവ് നടക്കുമ്പോൾ അണ്ണാ ഫുഡ് സാപ്പിട്றீங்களா വാങ്ങ തണ്ണി ഇருக்கு ഒന്ന് പോതുമാ. ശരി. അപ്പം പിന്നെ നമ്മൾ ഗ്രൂപ്പുകളിലിടും, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇന്ന ആളുകളുടെ അന്നദാനമാണ് ഇന്നതെന്ന് പറഞ്ഞിടും. അപ്പോൾ കറക്റ്റായിട്ട് അവർക്കറിയാം ആരുടെയൊക്കെ അന്നദാനമാണെന്നുള്ളത്. പിന്നെ ഞാൻ ലൈവ് എടുക്കുമ്പോൾ ലൈവിലും പറയും. ലൈവ് ഇടാതെ അന്നദാനങ്ങൾ കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ ആരുടെ അന്നദാനവും നമുക്ക് മിസ്സാവില്ല.
പിന്നെ ഹാരവും ഞാൻ ലൈവ് ഇടാതെ ചെയ്യില്ല. അഥവാ എനിക്ക് ഹാരം അണിഞ്ഞിട്ട് ലൈവ് ഇടാൻ പറ്റുന്നില്ല, വേഗം ഡബ്ബിങ്ങിന് പോകണം, ഷൂട്ടിന് പോകണം എന്നൊക്കെയാണ്, ഫോട്ടോ എടുത്ത് ഞാൻ ദിവ്യാമാതാജിക്ക് ഇട്ട് കൊടുത്ത് അത് ആരുടെ അന്നദാനമാണ്, ഹാരമാണ്, എപ്പോഴത്താണ്, അവരെപ്പോഴത്തേക്കാണ് നമ്മൾ ഡേറ്റ് പറഞ്ഞ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കി ആ ഡേറ്റ് അടക്കം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്ലിയർ? അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ വേറെന്താ, നമ്മൾ അന്നദാനമൊക്കെ ചെയ്യുമ്പം വലിയ ദാനമാണ്, മഹാദാനമാണ്. കാരണം അന്നദാനത്തിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. വലിയ വലിയ പാത്രങ്ങൾ, കാരണം ഡെയിലി 51 പേരുടെ ഭക്ഷണമാണേ. അപ്പോൾ ഈ 51 പേരുടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള പാത്രങ്ങൾ എന്ന് പറയുന്നത് വലിയ പാത്രങ്ങളാണ്. ആ പാത്രങ്ങളിൽ ഉണ്ടാക്കുന്നത് മാത്രമല്ല, അതിൻ്റെ തവി, ആ പാത്രങ്ങൾ ഒരമ്മ. പാട്ടി സാപ്പാട് വാങ്ങിക്കോങ്ക, ടിഫൻ വാങ്ങിക്കോങ്ക. ഇരുക്കാമ്മ? ശരി, ഓക്കെ, ശരി. സാപ്പിട്ടീங்களா? ശരിമ്മ വരാം. ആ അമ്മ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴുകുന്നത്, വെജിറ്റബിൾസ് ഒക്കെ കഴുകുന്ന കൊട്ട, പാത്രങ്ങൾ, അരിയുന്ന സംഭവങ്ങൾ, ഇതെല്ലാം കഴുകാനൊക്കെ നല്ല കഷ്ടപ്പാടാണ്. അപ്പം കഴുകുന്നവർക്കൊക്കെ നമ്മൾ ഇതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കിങ്, കട്ടിങ്. അക്ക വാങ്ങ കൊടുത്തുരുന്നു. எங்கே போகிறீங்க? எத்தனை? 4-5. കൊടുത്തിട്ടിയാ? 5. ശരിയാ. അപ്പോൾ അവർക്ക് നമ്മൾ ഡെയിലി കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പം നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിയുമ്പം താഴേന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇതെല്ലാം കൂടെ പൊക്കിക്കൊണ്ടുവന്ന് കിച്ചൂട്ടൻ്റെ മുമ്പിൽ വെച്ച് ഭഗവാനെ സമർപ്പിച്ചിട്ടാണ് നമ്മളിത് പുറത്ത് കൊണ്ടുപോകുന്നത്. ഇത് എന്തമ്മ പാട്ടി? ആ 3 പേർക്കാ? നമ്മ ഇത് കൂടെ சேர்த்து കൂടെ കൊടുത്താച്ച്. അവരൊരാൾക്ക് കൊടുക്കുമ്പോൾ അവർ തെരുവിലിരിക്കുന്ന മറ്റുള്ളവരെയും ചൂണ്ടിക്കാണിച്ചു തരാം. അപ്പോൾ അതെല്ലാം ഭഗവാനെ സമർപ്പിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഇല്ലാണ്ട് ഒരു പാട്ടി അവങ്ങളുടെ റിലേഷൻ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും സവാളയൊന്നും ഇല്ലാത്ത സാത്വിക് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഞാനില്ലാത്ത സമയത്ത് അന്നദാനം ചെയ്യാത്തത് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ തിരുപ്പതിയിലും വൃന്ദാവനത്തിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവിടെ നിന്ന് വാങ്ങാമെന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഗുരുവായൂർ കുറച്ച് കൊടുക്കില്ലേ, അതിൻ്റെ ബാലൻസ് ആയിരിക്കും നമ്മൾ തിരുപ്പതിയും വൃന്ദാവനത്തിലൊക്കെ പോകുമ്പോൾ കൊടുക്കുന്നത്. ഗുരുവായൂർ, തിരുപ്പതി, വൃന്ദാവനം. ക്ലിയർ? പിന്നെ നാളെ വ്യാസപൂജയാണ്. ഗുരു മഹാരാജിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാണ്. ഡെയിലി എല്ലാവരും ഒരു 4 വീതം ജപിക്കണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. നമ്മളും ജപിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഈ യുഗത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ശ്രീല പ്രഭുപാജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്താ പറയുക, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യനാണ്. എല്ലാവരെയും ഇഷ്ടമായിരുന്നു, എന്നാലും ശ്രീല പ്രഭുപാജിയുടെ ഏറ്റവും അടുത്ത ശിഷ്യനാണ്. കോടികൾ ആസ്തിയുള്ള അമേരിക്കൻ ദമ്പതികളുടെ മകനാണ്. അതെല്ലാം ഉപേക്ഷിച്ച് 16-ാമത്തെയോ 20-ാമത്തെയോ വയസ്സിൽ ഗുരു മഹാരാജ് പ്രഭുപാജിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഇന്ത്യയിൽ വന്ന് ഇസ്കോൺ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചൊരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ മഞ്ചരീസിന് അദ്ദേഹത്തെ കാണാനുള്ള അനുഗ്രഹം കിട്ടി, അദ്ദേഹത്തിന് ഹാരം സ്വീകരിക്കാനുള്ള അനുഗ്രഹം കിട്ടി, അദ്ദേഹത്തിന് 2 തവണ ഗിഫ്റ്റ് കൊടുക്കാനുള്ള അനുഗ്രഹം കിട്ടി, അദ്ദേഹത്തിന് പ്രസാദം ഉണ്ടാക്കി കൊടുക്കാനുള്ള അനുഗ്രഹം കിട്ടി. അപ്പോൾ അതൊക്കെ നമുക്ക് മഞ്ചരീസിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. നിങ്ങളെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോണത്. ക്ഷേത്രങ്ങളിലായാലും ഗുരുക്കന്മാരുടെ അടുത്തായാലും ഞാൻ പോകുമ്പം അമ്പിളി എന്ന് പറയുന്ന വ്യക്തിയല്ല, ഗുരുവായൂർ മഞ്ചരീസ് എന്നുള്ള ആ ഒരു പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. മാസം തോറും ഗുരുവായൂർ എത്തുന്നതും തിരുപ്പതി എത്തുന്നതും ഒക്കെ മഞ്ചരീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് മാക്സിമം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്യുക. അന്നദാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഹാദാനമാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ദുരിതങ്ങൾ നമുക്ക് തീർന്നു കിട്ടും നമ്മൾ അന്നദാനം ചെയ്യുന്നതിലൂടെ.
കാരണം എല്ലാ സ്ഥലങ്ങളിലും അന്നദാനം അന്നദാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭക്ഷണത്തിന് വഴിയില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ കൈകളിലേക്ക് യഥാസമയത്ത് എത്തിച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് കുറേ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ ചെയ്യുന്നത് നമ്മൾ മാത്രമായിരിക്കും. ആൾക്കാരുടെ പേര് പറഞ്ഞ് ചിലപ്പോൾ അവർ പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റാറില്ല. കാരണം എനിക്ക് ജോലി ഉള്ളത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പം ഷൂട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, രാവിലെ പോയാൽ നമ്മളൊരു 4 മണി 5 മണി സമയത്തൊക്കെ പോയാൽ പിന്നെ വരുന്നത് ഒരു സമയത്തായിരിക്കും. അപ്പം ആ സമയത്തൊക്കെ ചിലപ്പോൾ പറ്റാതെ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പറ്റില്ലെങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ നമ്മൾ കൊടുക്കും. അപ്പം അത് ലൈവ് ഇട്ട് തന്നെ കൊടുക്കും. അപ്പം തീർച്ചയായിട്ടും ആ പാട്ടിയമ്മ ഒട്ടും സെൽഫിഷ് അല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരുണ്യം. അവരൊക്കെ വിശപ്പിൻ്റെ വില അറിഞ്ഞവരാണ്. അപ്പോൾ ആ വിശപ്പ് മറ്റുള്ളവരത് അവർ ചൂണ്ടിക്കാണിക്കും. അപ്പം നമ്മൾ മഞ്ചരീസ് നമ്മളത് കൃത്യമായി രാത്രിയായാലും പകലായാലും എത്തിക്കും. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു പൈസ ബാലൻസ് വരുമ്പോൾ നിങ്ങൾക്കറിയാം, അത് അർഹതപ്പെട്ടവർക്കും അതുപോലെ തന്നെ പാവങ്ങൾക്കായാലും വസ്ത്രമായാലും ഭക്ഷണമായാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കും. കാരണം നമ്മൾ അർഹതയില്ലാതെ ഒന്നും സമ്പാദിക്കരുത്. നമ്മുടെ ബുക്സൊക്കെ കിട്ടുന്ന എന്തെങ്കിലും പ്രോഫിറ്റുകൾ, പിന്നെ ദാനത്തിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും മിച്ചം പിടിക്കുന്ന കാശുകൾ എല്ലായിടത്തും നമ്മളിങ്ങനെ പാവങ്ങൾക്ക് തന്നെയാണ് സഹായിക്കുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ ട്രസ്റ്റിനെ വളർത്തുകയാണ്. പിന്നെ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനും ലീഗൽ അഡ്വൈസർക്കൊക്കെ പൈസ കൊടുക്കണം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ മഞ്ചരീസിൻ്റെ വളർച്ചയ്ക്ക് ഉന്നമനത്തിനായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും എന്താ പറയുക, ലൈവുകൾ ഷെയർ ചെയ്യുക, ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോവുക. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വീടില്ലാത്തവരൊക്കെ കുറേ പേരുണ്ട്. വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമ്മൾ ഒരുപോലെ നിന്ന് കൈപിടിച്ചുയർത്തണം. ഒരപ്പോരാണ് കൈപിടിച്ചുയർത്തണം. നമ്മൾ ചെറിയൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ പരാതികളും പരിവട്ടങ്ങളും ഇല്ലാതെ ഒരേ മനസ്സോടെ മുന്നോട്ട് പോകണം. അണ്ണാ സാപ്പാട് വാങ്ങിക്കോங்க. ரசிக்குதா? இன்னும் ஒன்று வேணுமா? சாப்பிடுங்க, தாராளமாக சாப்பிடுங்க, சந்தோஷமாக சாப்பிடுங்க. சரிங்க. ഷോ കൃഷ്ണ, വിശക്കുന്നു മോളെ, ഭക്ഷണം തായോ എന്നാണ് അവർ ചോദിച്ചത്. അതൊക്കെ ഈശ്വരൻ എന്താ പറയാ, അങ്ങനെയൊന്നും ആരും ചോദിക്കരുത് അല്ലേ? ഒന്ന് കൊടുത്തും പറയുന്നു ഒന്നും കൂടി താ, എനിക്ക് വിശക്കുന്നു എന്ന്. ഈ ഒരു അവസ്ഥയൊന്നും, ഇതാണ് മഞ്ചരീസ്. അവരുടെ കൈകളിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. ക്ഷേത്രങ്ങളിൽ കൊടുക്കാനും അനാഥാലയങ്ങളിൽ കൊടുക്കാനൊക്കെ ഒരുപാട് പേരുണ്ട്. തെരുവിൽ കൊടുക്കാൻ കുറച്ച് പേരേ ഉള്ളൂ. നമ്മളുള്ള കാലം വരെ ഇങ്ങനെ ലൈവ് ഇട്ട് പേര് പറഞ്ഞു കൊടുക്കും. നമ്മുടെ കാലശേഷം അടുത്തത് ആരാ കയ്യിലാണോ മഞ്ചരീസ് എത്തുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ അതിനൊരു ടൈം പരിധിയുണ്ട്. അത് കഴിയുമ്പം ഞാനും ഈ ലോകത്തു നിന്ന് പോകും. അപ്പം ആ കാലം വരെ നമ്മളിങ്ങനെ ചെയ്യും. അതിനുശേഷം കിച്ചൂട്ടൻ തന്നെ നിശ്ചയിക്കും ആര് കിച്ചൂട്ടനെ പൂജിക്കണം, ഈ അന്നദാനം ആര് കൊടുക്കണം. കാരണം ഇത് മഹാപ്രസാദമാണ്. അവരുടെ ജന്മദാരിദ്ര്യ ദുരിതങ്ങളാണ് അത് കഴിക്കുന്നതോടുകൂടി തീരുന്നത്. അതും കൂടി പ്രാർത്ഥിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഭഗവാന് സമർപ്പിക്കുന്നതേ. എന്നിട്ട് അത് കൊടുക്കുമ്പോൾ അവരെത്രയോ കാലത്തെ ജന്മദുരിതങ്ങൾ കൊണ്ടല്ലേ തെരുവിലെത്തിയത്. അതോടുകൂടി മോക്ഷം കിട്ടണം അവർക്ക്. ഇനി തെരുവിൽ അലയരുത് അവർ. അതുകൊണ്ടാണ് പ്രസാദം തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ മാക്സിമം, ഞാനല്ല ദിവ്യ, മഞ്ചരീസാണ്. ദിവ്യ അന്ന് പട്ടിണി കിടന്നപ്പം ദിവ്യയെ സഹായിച്ചത് മഞ്ചരീസാണ്. നമ്മുടെ സുധി ഒരു നിവൃത്തിയില്ലാതെ പാവം ഹോസ്പിറ്റലൈസ് ആയപ്പം സുധിയെ കൈപിടിച്ചുയർത്തിയത് മഞ്ചരീസ് തന്നെ. നമ്മുടെ മഹിളാമണി മാതാജി തകർന്നു പോയപ്പം പാവം പട്ടിണിയായപ്പം മഹിളാമണി മാതാജിയും കൈപിടിച്ചുയർത്തിയത് മഞ്ചരീസ് തന്നെ. ഞാനെന്ന വ്യക്തിക്ക് അവിടെ പ്രസക്തിയില്ലടാ. മഞ്ചരീസ്, നമ്മുടെ മഞ്ചരീസ് കുടുംബം, നമ്മൾ മഞ്ചരീസ് കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പം പട്ടിണി ഉണ്ടാവില്ല, ദുരിതം ഉണ്ടാവില്ല. 1 മിനിറ്റ്, വൈഫൈ കട്ടായി. നമ്മൾ പെട്രോൾ പമ്പിലാണ്. ഒന്ന് ജിപേ ചെയ്ത് കൊടുക്കട്ടെ, പെട്രോൾ അടിക്കട്ടെ. അമ്മ ഇത് കൊഞ്ചം മേലെ வையும், 3 எடுத்துக்கிறேன். ஜிபே செய்து ஜிபே காமிங்கக்கா. 100 போடுங்க. கொஞ்சம் இருக்குல்ல அம்மோ, கொஞ்சம் இருக்குல்ல, 100 போடலாம்ல.
காய்கறி வாங்குறதுக்கு போகும்போது காலையில் பெட்ரோல் போட்டுக்கலாம் மீதியை. தள்ளுடா விடுறாமோ. ஆயிடுச்சு கேட்டா அது ஓகே. உட்காருங்க. ஹரே கிருஷ்ணா. கொடு பாபா, அது கொஞ்சம் வாங்கடா. வேண்டாம், ഒന്നും பண்ண വേണ്ട. പെട്രോൾ അടിച്ചതാ. ഇപ്പോൾ രാവിലെ നമുക്ക് കൊടുക്കാനുള്ള വെള്ളം ബോട്ടിൽ തീർന്നു. അതും ഒരു 10 കേസ് 25 കേസൊക്കെ എടുക്കുമ്പോഴേക്കും ഒരു ഓട്ടോ വിളിച്ച് വേണം കൊണ്ടുവരാൻ. 2 വീലറിൽ 25 കേസൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ ഒരു 75 കിലോ അരി എടുക്കണം. അരി തീർന്നു. ചെറുപയർ, കടല, വെള്ളക്കടല, കറുപ്പ് കടല, മമ്പയർ, ഇതൊക്കെ ഓരോ ചാക്ക് എടുക്കണം. അപ്പോൾ 2 ഓട്ടോറിക്ഷ. ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലുന്ന ചാർജാണ്. എല്ലാം നാളെ രാവിലെ പുലർച്ചെ ഒരു 4 മണിക്ക് കടയിൽ പോയി എല്ലാം 2 ഓട്ടോറിക്ഷ വിളിച്ച് പോയി എടുത്തുകൊണ്ട് വരണം. നല്ല പണിയുണ്ട് അന്നദാനത്തിന്, ചെറിയ പണിയൊന്നുമല്ല. പച്ചക്കറി, പിന്നെ 2 നല്ല കത്തി വാങ്ങണം, പുളി വാങ്ങണം, കുറച്ച് പരിപാടികളുണ്ട്. നിസ്സാര കാര്യമില്ല. നമ്മളെ വീട്ടിൽ ഒരു ദിവസം നമ്മളൊരു 10 പേർക്ക് ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിച്ചു പോകും. വൈകുന്നേരം വിഷുവിനൊക്കെ അറിയാലോ, ഒരു സദ്യ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്ഷീണിക്കും. അപ്പം ഡെയിലി 51 പേർക്ക് ഒരു വീട്ടിൽ വെച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. നല്ല പണിയാണ്. പക്ഷെ അത് നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യണം. അന്നദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യണം. ഭഗവാന്റെ മുമ്പിൽ അത് സമർപ്പണം ചെയ്ത് നമ്മൾ ചെയ്യണം. അപ്പോഴാണ് അതൊരു മഹത്വമായി വരുന്നത്. അന്നദാനം നമ്മളെ ഏൽപ്പിക്കുന്നവർക്കും അതിൻ്റെ അനുഗ്രഹം കിട്ടുന്നത് അതുകൊണ്ടാണ്. വയനാട്ടിലൊക്കെ അന്ന് ഞാനൊരു അന്നദാനം ഇട്ടപ്പോൾ പറഞ്ഞിരുന്നില്ലേ, ഒരു മോൻ്റെ ജോലിയുടെ കാര്യം, പ്രശ്നങ്ങൾ, എത്ര പേർക്ക്, മീനാവി മേനോൻ മാതാജി, അവർക്കൊക്കെ എന്തുമാത്രം അന്നദാനം പറഞ്ഞും ഹാരമണിഞ്ഞും ഭഗവാന്റെ കൃപാകടാക്ഷം അവർക്ക് കിട്ടി. നമ്മൾ കൃത്യമായി അത് ചെയ്യാണ്, അതിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയിരിക്കും. അത് ചെയ്യണം കൃത്യമായിട്ട്, അതിലാണ് കാര്യം. നമ്മൾ കൊടുത്ത് വന്നാൽ പോരാ, കൊടുത്തത് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പേര് പറഞ്ഞ് ലൈവിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോഴേ അതിൽ കാര്യമുള്ളൂ. കാരണം ഭഗവാന്റെ ആ ഒരു അന്നപൂർണേശ്വരി വിശന്ന് കിടക്കുന്നവരാരൊക്കെയാന്നുള്ളത് നോക്കി അവരെ കയ്യിൽ നമ്മളത് എത്തിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഇന്നലെ ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നു, അന്നദാനം കേരളത്തിൽ കൊടുക്കണമെന്ന്. വിശക്കുന്നവൻ്റെ മുമ്പിൽ കേരളമെന്നോ തമിഴ്നാടെന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഉണ്ടോ? വിശക്കുന്നവൻ എവിടെ കൊടുത്താലും അത് ജീവാത്മാവാണ്. അതൊന്ന് ആലോചിക്കണം. പിന്നെ പുള്ളി കമൻ്റ് ഇട്ടിരിക്കണോ, ഈ അസമയത്ത് അന്നദാനം വേണ്ടാന്ന്. നമുക്കാണ് അസമയം. വിശന്ന് കിടക്കുന്നവൻ അസമയമൊന്നുമില്ല. അവൻ എപ്പോഴാണേലും എന്തായാലും കിട്ടിയാൽ മതി. നമ്മുടെ ജോലി കഴിഞ്ഞ് നമ്മളെത്തുന്ന സമയം, ആ സമയത്ത് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഒന്നും നമ്മൾ നോക്കണ്ട. വിശക്കുന്നവൻ്റെ മുമ്പിലേക്ക് ഏത് സമയത്തായാലും ഭക്ഷണം എത്തിക്കുക, അല്ലേ? നമ്മൾ ദാഹിച്ച് വലഞ്ഞിരിക്കുമ്പോൾ രാവിലെ വെള്ളം കുടിക്കും, ഉച്ചയ്ക്കേ വെള്ളം കുടിക്കുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വേണമെങ്കിലും ദാഹിച്ചാൽ വെള്ളം കുടിക്കണം. അതേപോലെ വിശക്കുന്നവനെ കൃത്യമായിട്ട് എത്തിക്കുക. അതാണ് മഞ്ചരീസിൻ്റെ പോളിസി. ക്ലിയർ? നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് അവരുടെ വിശപ്പും കഷ്ടപ്പാടും ദുരിതവും കാണുക, അത്രയേ ഉള്ളൂ. നല്ല തിരക്കാ റോഡിൽ. ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാലേ ഗംഭീര ചൂടാണ്. സാധ്യ ചൂടാണ് ഇവിടുത്തെ ചൂട്. അമ്മോ, തേങ്ങയുടെ റേറ്റൊന്നും നമുക്ക് അടുക്കാൻ പറ്റില്ല. 35 രൂപ, 30 രൂപ, 40 രൂപയ്ക്കാണ് ഇവിടെ തേങ്ങയ്ക്ക്. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല അമ്മേ. മോൻ പോയി. മോന് ഒരു കോഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ പോയി. ഇനിയിപ്പോൾ 22-നല്ല 25-ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവന് ഇവിടെ കുറച്ച് ബോറടി കൂടുതലാണ്.
ഇവിടെ നമ്മളെപ്പോഴും ക്ലാസ്, ഞാൻ ഷൂട്ടിന് പോകും, പിന്നെ അവനിങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ. പിന്നെ വല്യച്ഛൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ പോകും, എന്നാലും നാട്ടിലല്ലേ അവൻ്റെ കൂട്ടുകാരൊക്കെ. പിന്നെ അവിടെ അച്ഛൻ്റെ അടുത്താവുമ്പോൾ ഏട്ടൻ്റെ മക്കളുണ്ട്, പിന്നെ എൻ്റെ കസിൻസിൻ്റെ ഒക്കെ പിള്ളേർ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം, അവനിങ്ങനെ അടച്ചിട്ട് പോകുമ്പോൾ അവനും അതൊരു പാവം, ഒന്നും മിണ്ടാതെ റൂമിലിരിക്കും, കുറേ കിടന്നുറങ്ങും. അപ്പം ഞാൻ പറഞ്ഞു അവന് കിട്ടിയ വെക്കേഷൻ്റെ മക്കൾ അവിടെ പോയി അടിച്ച് പൊളിക്കുന്നു പറഞ്ഞു. അതെപ്പോൾ വേണമെങ്കിലും ട്രെയിൻ കയറി വരും, അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ 22-ാം തീയതി ഒക്കെ കോഴിക്കോട് ഉണ്ടാവും, 22, 23, 24 കോഴിക്കോട് ഉണ്ടാവും. അപ്പോൾ പിന്നെ പുള്ളിയുടെ കൂടെ ആയിരിക്കും. പുള്ളി ഫുൾ ബിസിയാണ്, അവൻ്റെ റംസാൻ അവന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പം നോമ്പ് തുറയും കാര്യങ്ങളും ഒക്കെ. പിന്നെ കൂട്ടുകാരായിട്ട് ജിമ്മ് പോക്കും, മറ്റേ ഇത് ടറഫിൽ ക്രിക്കറ്റ് മറ്റേ ഫുട്ബോൾ കളിക്കാൻ പോക്കും ഒക്കെ ആയിട്ട് ആളുടെ ലോകത്ത് ഇങ്ങനെ ഹാപ്പിയാണ്. ഞാൻ രാവിലെ ലൈവിൽ പറഞ്ഞു സുജുവിൻ്റെ പിറന്നാളാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് കാര്യങ്ങൾ പോകണം. എല്ലാവരും മാക്സിമം ലൈവ് ഷെയർ ചെയ്യാം, എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഷെയർ ചെയ്യാം. ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷം എല്ലാവരിലും എത്തട്ടെ. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മാറട്ടെ, കഷ്ടപ്പാടുകൾ മാറട്ടെ, നല്ല സമാധാനമുള്ള ജീവിതം ഉണ്ടാവട്ടെ. നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പകച്ചു പോകരുത്. കാരണം ഭഗവാന് താല്പര്യമില്ലാത്ത എന്തോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതുകൊണ്ട് അദ്ദേഹം തന്നെ പല കാര്യങ്ങളും തടസ്സപ്പെടുത്തും. അപ്പം അതോർത്തിട്ട് നമ്മൾ അയ്യോ അത് നടന്നില്ലല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. ഭഗവാന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഭഗവാൻ എന്താ പറയുക നമ്മളിൽ നിന്ന് അകറ്റുന്നതാണ്. അതെന്തായാലും ജോലിയായാലും ശരി, കല്യാണമായാലും ശരി, മറ്റെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ശരി. അപ്പോൾ ഭഗവാന് താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മൾക്കത് ചില കാര്യങ്ങൾ നടന്നാൽ ശരിയാവില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിൽ നിന്ന് അത് ഭഗവാൻ അകറ്റും. അപ്പം കൊടുക്കണം ഒന്ന് പോതുമാ സാപ്പിടുക. അപ്പം അതുകൊണ്ട് അതൊക്കെ നല്ല ധൈര്യപൂർവ്വം നേരിടണം, പകച്ചു പോകരുത് ജീവിതത്തിൻ്റെ മുമ്പിൽ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നോട്ടെ, വലിയ ഇടിയും മഴയും കാറ്റും കോളും എല്ലാം ഉണ്ടാവും, അതെല്ലാം ശാന്തമാക്കാനുള്ള ഒരാളാണ് ശ്രീ ഗുരുവായൂരപ്പൻ. അദ്ദേഹം അത് ശാന്തമാക്കി തരും. അദ്ദേഹത്തിൻ്റെ നാമം ചൊല്ലുന്ന, അദ്ദേഹത്തെ വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു ഭക്തനും തളരേണ്ടി വരൂല, തോറ്റ് പിന്മാറേണ്ടി വരൂല. അത് ഉറപ്പിക്കുക. ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മളൊരിക്കലും അയ്യോ അത് നടന്നില്ലല്ലോ ഭഗവാനെ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അത് നമ്മളിൽ നിന്ന് ഭഗവാൻ തട്ടി മാറ്റുന്നതാണ്. മുന്നോട്ടുള്ള ഒരു വലിയ പ്രതിസന്ധി ഭഗവാൻ നമ്മളിൽ നിന്ന് മാറ്റുന്നതാണ് കേട്ടോ. അതൊക്കെ ചിന്തിക്കണം, അതൊക്കെ മനസ്സിലാക്കണം, അങ്ങനെ മുന്നോട്ട് പോവാം. എന്നും ഗുരുവായൂരപ്പൻ തന്നെ ആശ്രയം, ഗുരുവായൂരപ്പൻ തന്നെ തുണ. അദ്ദേഹത്തെ എന്നും മുറുകെ പിടിക്കാം. അദ്ദേഹത്തെ മുറുകെ പിടിക്കുന്ന ഒരാളും തോറ്റു പോവില്ല. വിശക്കുന്നവൻ അന്നം കൊടുക്കുന്നവൻ ആരോ അവനൊരിക്കലും തോൽക്കില്ല, അവൻ എവിടെയും വീണ് പോവില്ല. അവൻ്റെ കൂടെ സാക്ഷാൽ ഗുരുവായൂരപ്പനും ലക്ഷ്മി ദേവിയും ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. നമ്മൾ 3 നേരം കഴിക്കുമ്പോൾ 1 നേരം പോലും കിട്ടാത്തവർ എത്ര പേരുണ്ട്? എത്ര പേര് നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നു? എത്ര പേര് നമ്മളോട് പറയുന്നു ഇങ്ങനെ ഭഗവാനെ, അല്ലെങ്കിൽ നമ്മളോട് ഇപ്പം തന്നെ ആ അച്ഛൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് വിശന്നിട്ട് വയ്യ, വല്ലതും താ മക്കളേന്ന് പറഞ്ഞിട്ടില്ലേ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ജീവാത്മാക്കളുടെ ഒരു വിങ്ങലാണ്. അവർക്കൊക്കെ കൊടുത്താൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ മാറി നമുക്കും ഒരു നല്ല വഴി ഭഗവാൻ കാണിച്ചു തരും, അവർക്കും ഒരു നല്ല വഴി ഭഗവാൻ കാണിച്ചു കൊടുക്കും കേട്ടോ. അതുകൊണ്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ, അതൊക്കെ മറികടക്കാൻ ഈശ്വരൻ നമുക്കൊപ്പം ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ട്. ഈ ചെന്നൈയിലൂടെ ഇതുപോലെ പാതിരാത്രിക്ക് ചുറ്റാന്ന് പറയണത് ട്രാഫിക്കിൽ ചെറിയ കാര്യമല്ല, കുറച്ച് വലിയ കാര്യം തന്നെയാണ്. അപ്പോഴും നമ്മളത് റിസ്ക് എടുത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വേണം, ആ ഒരു അനുഗ്രഹം വേണം. എത്ര ദൂരം വേണമെങ്കിലും ഏത് വഴിക്ക് വേണമെങ്കിലും നമ്മൾ യാത്ര ചെയ്യും. വിശക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അല്ലേ, വിശക്കുന്നവനെ തേടിയാണ് നമ്മൾ പോണത്. അല്ലാണ്ട്
റോഡ് സൈഡിൽ ഇപ്പോൾ ഈ ഫുഡും കൊണ്ട് നിന്നാൽ ആയിരക്കണക്കിന് ആൾക്കാർ വാങ്ങാനുണ്ടാവും. നമ്മളങ്ങനെ കൊടുക്കൂലല്ലോ. നമ്മൾ അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ, ഭക്ഷണത്തിൻ്റെ വില അറിയുന്നവൻ്റെ കയ്യിൽ, വിശപ്പിൻ്റെ വില അറിയുന്നവൻ്റെ കയ്യിൽ നമ്മൾ കൊണ്ടു കൊടുക്കും. അവരത് കഴിച്ച് സംതൃപ്തിയായിട്ട് ഉറങ്ങും. അതാണ് വേണ്ടത്. അല്ലാണ്ട് നമുക്കിപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് തീരും. അത്രയും റിസ്ക് എടുക്കണ്ട, അത്രയും ഓടണ്ട. പക്ഷെ അതിൽ കാര്യമില്ല. താങ്ക് യു ശങ്കർ നാരായണൻ അച്ഛൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ കൺസിഡറേഷൻ. തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് തന്നെ യാത്ര ചെയ്യുന്നു. ഞാനെങ്കിൽ ഇവിടെയൊക്കെ കാണിച്ചുതരാം. കാഴ്ചകൾ കണ്ട് നമുക്കങ്ങനെ പോകാം. നമ്മുടെ സഞ്ചാരം ടി വിയിൽ പറയുന്നത് പോലെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാനൊരു രസമല്ലേ. എന്താ സാപ്പാട് വാങ്ങിക്കോங்க. ഒന്ന് പോതുമാപ്പാ? இன்னொன்று வேணுமா? ரெண்டு வச்சுக்கோங்க. சாப்பிடுங்க. അതും ഒരു ജീവാത്മാവ്. അണ്ണാ സാപ്പാട് വാങ്ങിക്കോங்க. 2 வேணுமா? இருக்கு 3 இருக்கு. போதும். ഹരേ കൃഷ്ണ. നമ്മളോടിപ്പോൾ ഭക്ഷണം വാങ്ങിയ അച്ഛനെ കണ്ടോ. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. മടിയിൽ നല്ല വെയിറ്റാണ് ഭക്ഷണത്തിൻ്റെ. ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. സുജാത മാതാജി മോനോട് ഞാൻ അന്വേഷിച്ചു എന്ന് പറയൂ. കൊടുക്കാം മാതാജി. ഏപ്രിൽ 15-ന് കൊടുക്കാം. കുറച്ച് മെസ്സേജുകളൊക്കെ നോക്കാനുണ്ട്. വരും. എല്ലാവരുടെ അന്നദാനവും വരും. എഴുതിയെടുത്ത് ഇങ്ങനെ പോവാണ്. നമ്മൾ 51 കൊടുക്കുന്നത്. 51-ന് മേലേക്ക് കൊടുക്കാൻ പറ്റില്ല. അത്ര ഉണ്ടാക്കാനുള്ള പാത്രങ്ങളേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അണ്ണാ സാപ്പാട് அவங்களுக்கும் கொடுங்க. அந்த படுத்துட்டு இருக்கணும். ശരി. അതിൻ്റെ മേലോട്ട് ഉണ്ടാക്കാനുള്ള പാത്രങ്ങൾ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് 51 തന്നെ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ആണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വരും. എല്ലാവരുടെ അന്നദാനവും കൊടുക്കും. പിന്നെ മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ? എത്ര ലൈവ് ഈ ലൈവ് എത്ര ഷെയറിങ് ആയി? മാക്സിമം ഷെയർ ചെയ്തോ? എല്ലാവരും ഷെയർ ചെയ്തോ? എനിക്ക് കാണാൻ പറ്റും ആരൊക്കെ ഷെയർ ചെയ്തു എന്നുള്ളത്. ഞാൻ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ആൾ ഇന്ന ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു എന്ന് കാണാൻ പറ്റും. എത്ര ഷെയർ ചെയ്തു? നമ്മൾ വേറെ ഏതോ ഒരു ഏരിയയിലൂടെയാണ് പോണത്. അറുമ്പാക്കം
കാഴ്ചകൾ കാണിച്ചു. 50 ചെയ്തു. അപ്പോൾ 147 ഷെയർ ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ലൈവ് ഷെയർ 500 ആവണം കേട്ടോ. ഓരോ ഷെയറിങ്ങും നമുക്ക് 500 വേണം, എന്നാലേ കാര്യമുള്ളൂ. നമ്മളിങ്ങനെ നോക്കും ഓരോരുത്തരെ കാണുമ്പോഴേ. കണ്ടാൽ അറിയാലോ അവർക്ക് ഫുഡ് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഷെയറായി. ഇപ്പം ഇനി ആരെങ്കിലും ഒരു 4 ഷെയർ കൂടെ ചെയ്താൽ 155 ആവും. വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലായിടത്തും ഇട്ട് കൊടുത്തോളൂ. എല്ലാവരും കാണട്ടെ മഞ്ജരീസ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അല്ലേ, എല്ലാവരിലും എത്തട്ടെ. അപ്പോൾ കുറേ പാവങ്ങൾക്ക് ഫുഡ് കിട്ടില്ലേ. 3-4 പേരുടെ ഉപജീവന മാർഗമല്ലേ ഇത്. അതും നടക്കും. നമ്മളുടെ അന്നദാനം വഴി 3-4 കുടുംബങ്ങളും ജീവിക്കുന്നുണ്ട്. കുടുംബങ്ങളും ജീവിക്കുന്നുണ്ട്. 51 പേര് ഡെയിലി ഫുഡ് കഴിക്കുന്നുണ്ട്. വലിയൊരു പുണ്യപ്രവൃത്തിയല്ലേ നമ്മൾ ചെയ്യുന്നത്. പച്ചക്കറി കട്ട് ചെയ്യുന്നവരും പാത്രം കഴുകുന്നവരും ഫുഡ് ഉണ്ടാക്കുന്നവരും പാക്ക് ചെയ്യുന്നവരും ഒക്കെ ജീവിക്കുന്നില്ലേ. അവരുടെയൊക്കെ കുടുംബമല്ലേ നമ്മുടെ ഈ ഒരു അന്നദാനം കൊണ്ട് നിലനിന്ന് പോകുന്നത്. അപ്പം 51 പേരും കഴിക്കുന്നു. വലിയ കാര്യമല്ലേ. ഇപ്പോൾ 157 ഷെയറായി. ഒരു 3 കൂടെ ഒക്കെ ചെയ്താൽ 160 ചെന്നൈയിലാണ് സർ. നമ്മൾ ചെന്നൈയിലാണ് കൊടുത്തത്. ഞാൻ ഇവിടെയാണ് സെറ്റിലായിരിക്കുന്നത്. നാട്ടിൽ വരുമ്പോൾ നാട്ടിലൊക്കെ കൊടുക്കും. 157 ഷെയറായി. നമ്മൾ എവിടെ ഉണ്ടെങ്കിലും അവിടെ എല്ലാം കൊടുക്കും സർ. ചെന്നൈയിൽ നിന്ന് മാത്രമല്ല, തിരുപ്പതി പോയാൽ അവിടെ, വൃന്ദാവനത്തിൽ പോയാൽ അവിടെ, പഴനി പോയാൽ അവിടെ, ഗുരുവായൂർ പോയാൽ അവിടെ, കോഴിക്കോട് പോയാൽ അവിടെ, വയനാട്ടിൽ പോയാൽ അവിടെ, തിരുവനന്തപുരം പോയാൽ അവിടെ, നമുക്ക് എവിടൊക്കെ നമ്മൾ എത്തുന്നു അവിടെ എല്ലാം ഫുഡ് കൊടുക്കും. അത് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല സർ. ഇപ്പം ചെന്നൈയിലായതുകൊണ്ട് ഇവിടെ കൊടുക്കും. പോളാം. வேற வழியில போகலாம் முடியாது நம்ம. அப்படி போகலாம். ஏன்னா வந்த வழியில் ஐயோ வந்த வழியில் யாரும் இல்லைல்ல. கொஞ்சம் தூரம் போய் அப்படியே திருப்பிடலாம். $164 സൂപ്പർ. 164 എന്നുള്ളത് 6 കൂടി ചെയ്താൽ 170. ലേലം വിളിയായോ ഇപ്പം? 6 കൂടെ ചെയ്യൂ. അപ്പോൾ നമുക്ക് 170 പേരിലേക്ക്, 170 ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കൊരു 1000 ആൾക്കാരെങ്കിലും കാണും. ആരാണ് അടുത്ത 6 ചെയ്യാൻ പോണത്? വണക്കം വാഴ വെക്കും ചെന്നൈ പിടിക്കുതുന്നായി ഉണക്ക് ഈടില്ലയേ. അതാണ് ചെന്നൈയുടെ അവസ്ഥ. ചെന്നൈ സൂപ്പർ. അപ്പം ഇനി ഒരു 8 കൂടെ ആര് ചെയ്യും? 180 ആരാക്കും? സ്കൈ ഓൺ PVR സിനിമാസ് സ്കൈ വാക്ക്. സ്കൈ വാക്ക് തരമോ? ഇതാണ് സ്കൈ വാക്ക്. ഇവിടെ ഇങ്ങ് തന്നെ ഇത് അയണോക്സ് തിയേറ്റർ. സ്കൈ വാക്കിൽ தான் അയണോക്സ് ഇല്ലല്ലേ? അത് അങ്കല്ലേ. ഇതാണ് സ്കൈ വാക്ക് മാള്. ജീസസ് ലവ്സ് യു. പ്രൈസ് ദി ലോർഡ്. 182 ആരാ ഒരു 3 ചെയ്ത് 185 ആക്കാം? ചെന്നൈയുടെ രാത്രി കണ്ടോളൂ എത്ര മനോഹരമാണെന്ന്. എനിക്ക് ചെന്നൈയുടെ രാവിലെ ഭയങ്കര ഇഷ്ടമാണ് പ്രഭാതം. കാരണം എന്താ അറിയോ, രാവിലെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കോലമിടലും മുല്ലപ്പൂ വിൽക്കലും പച്ചക്കറിക്കാരൻ വരലും കീര എന്ന് പറഞ്ഞുകൊണ്ട് ചീര വിൽക്കാൻ വരലും, ഈ എന്താ പറയുക ഇവരില്ലേ അയ്യർമാർ, അവരിങ്ങനെ പഴയ ആ ഒരു കാലഘട്ടത്തിലെ പോലെ മുണ്ടൊക്കെ ഇങ്ങനെ ഉടുത്ത് ബാക്കിൽ ശിഖയൊക്കെ വെച്ച് അവർ രാവിലെ തന്നെ അമ്പലങ്ങളിൽ പോകലും കണ്ടോ.
ഒരു വല്ലാത്ത ഫീലാണ്. ഞാനും അവർക്കൊപ്പം ഇങ്ങനെ നടക്കും. ചെന്നൈയുടെ മുല്ലപ്പൂ ഇത് ആസ്വദിച്ചുകൊണ്ട് ഞാനും ഇങ്ങനെ നടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ. നാട്ടിൽ വന്ന സത്യത്തിൽ ഒരു വീർപ്പുമുട്ടലാണ്. ഗുരുവായൂരല്ലാത്ത എവിടെ വന്നാലും എനിക്കൊരു വീർപ്പുമുട്ടലാണ്. ചെന്നൈയിലെത്തുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ചെന്നൈയുടെ ഓരോ തെരുവുകൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒരുപാട് മനോഹാരിതയാണ്. എന്ത് ജോലി ചെയ്യാനും ആരും റെഡിയാണ്. ആർക്കും ആരുടെയും സ്റ്റാറ്റസിലൊന്നും വലിയൊരു സംഭവമായിട്ടുള്ള ഒരു തോന്നലുകളില്ല. ആരും വൈരാഗ്യ ബുദ്ധി വെക്കില്ല. എന്തെങ്കിലും ഓരോരുത്തർ പഠിപ്പിച്ചെടുക്കാണ്. അണ്ണ அண்ணா சாப்பிடலாம் வாங்க, சாப்பிடலாம், சாப்பிடலாம் வாங்க. சாப்பாடு வாங்கிக்கங்க வாங்க வாங்க. அம்மா வீட்டுக்கு அங்கே தான் போகிறோம். ஓ அம்மா ஒன்று கூட இந்த சாப்பாடு வாங்கிக்கோங்க. போதுமாங்க? 2 கவர் பிடிச்சிக்கோங்க. ഈ കറിയും അതും ഇതെല്ലാം കൂടെ 2 കവറിലാക്കുന്നതുകൊണ്ടേ വെള്ളവും ചോറും കറിയും ഉപ്പേരിയും പപ്പടവും തോരനും അച്ചാറും ഫ്രൈ എല്ലാം കൂടെ 2 കവറിലാക്കുമ്പോൾ അവർ അണ്ണാ 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 ഇങ്ങ് വാங்க, சாப்பாடு வாங்கிக்கோங்க. ஒன்று பிடிங்க, ஒரு நிமிஷம் ஒன்று இருக்கு. தண்ணியோட சேர்த்து இந்தாங்க. சரியா? 194 ആയല്ലോ. സൂപ്പർ. ஆமாம். இதோ இங்கே ஒருத்தர் படுத்துட்டு இருக்காங்க, ஒரு தாத்தா. ஓ அப்பா 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 சாப்பாடு வாங்கிக்கோங்க. சாப்பாடு வாங்கிக்கோங்க வாங்க. ஒன்று சரிங்கப்பா. നന്ദി പറഞ്ഞതാണ് അദ്ദേഹം. அங்கே ஒருத்தர் உட்காந்துருக்காங்களா. அம்மா என்கிட்ட ஆயிடுச்சு, நீ கொடுத்துரு. இனி எல்லாம் ஒரே பேக்கு தானே, அதான் ஒன்று இருக்கும். அப்பா சாப்பிட்றீங்களா? சாப்பிட்றீங்களாப்பா? சாப்பாடு சாப்பிடுங்க. ஆ சாப்பிட்டியா? எல்லாமே இருக்கு. எல்லாமே இருக்கப்பா, வாங்கிக்கோங்க. தண்ணியும் இருக்கு. காலில் சாப்பிட முடியாது, இப்போ தான் சாப்பிடணும். ஓ இப்போ சாப்பிட்டு, ஆமாம் ஆமாம் ஆமாம். இப்போ சாப்பிட்டீங்களால? சரி. சரிங்கப்பா, ஒன்றும் பிரச்சனை இல்லை. நீங்கள் சாப்பிடலான்னு கருதி கொடுத்தேன், சாப்பிட்டதுனால சந்தோஷங்க. சரி சரி. அவருக்கு தண்ணி வேணுமா? കേട്ട് പാപ്പോ. ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു. വെള്ളം കുടിച്ച ബോട്ടിലൊന്നും കണ്ടില്ല. തിരുപ്പമ്മ അവർ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു, പക്ഷേ വെള്ളം കുടിച്ചതായിട്ട് കണ്ടില്ല. தண்ணி வேணுமா? அப்போ வேணுமா? தண்ணி குடிச்சுக்கோங்க. நீங்கள் சாப்பாடு சாப்பிட்ட தண்ணி குடிக்கல. நாங்கெல்லாம் ஒவ்வொரு இடத்துக்கா பார்த்து பார்த்து கொடுக்குவோப்பா. யாரா டெய்லி நாங்கள் கொடுக்குற யாரா இனி வர அப்பா ஒவ்வொரு ஏரியாக்கா கொடுத்துட்டு இருக்காங்க. சரிங்கப்பா, வரேன். உங்களை மாதிரி நிறைய ஏரியாவில் இருக்காங்கல்ல. சரிங்கப்பா, ரொம்ப தேங்க்ஸ். சரிங்கப்பா. എന്താ പറഞ്ഞെന്നറിയോ, നിങ്ങൾ ആണ്ടുകൾ തോറും നന്നായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഒരു കാലത്താലും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്കൊരു വിഷമോ ഒരു വിഷമോ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ നിങ്ങൾ സന്തോഷമായിട്ടുണ്ടാവും എന്നാ പറഞ്ഞു. സാപ്പിട്ടീങ്ങളാക്കാ? നിങ്ങൾ സാപ്പിട്ടിയാ? சரிங்க அக்கா. ഒരു പ്രശ്നങ്ങളും ഒരു വിഷമങ്ങളും ഇല്ലാതെ
ഒരു ശാരീരിക അസ്വസ്ഥതകളും ഇല്ലാതെ നിങ്ങൾ നന്നായിട്ടുണ്ടാവും. ഒരുപാട് കാലങ്ങളോളം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നവർ. വിശക്കുന്നവൻ്റെ ഒരാഗ്രഹവും ഇല്ലാത്തവൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ കഴിയുന്നവൻ്റെ ആ ഒരു വാക്ക് മതി അന്നദാനം കൊടുക്കുന്നവർ രക്ഷപ്പെടാൻ. മനസ്സിലായില്ല? ആ ഒരൊറ്റ വാക്ക് മതി അവർ തലമുറകളോളം രക്ഷപ്പെടാൻ. അതാണ് കാര്യം. നമ്മൾ എവിടെ പോയി കഴിച്ചാലും കഴിച്ചിങ്ങോട്ട് പോരും. പക്ഷെ ഇങ്ങനൊരു വാക്ക് പറഞ്ഞ് നമ്മൾ വരില്ല അല്ലേ? ഈ ഒരു വാക്കാണ് നമുക്ക് അന്നദാനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം. അതാണ് മഞ്ജരീസ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം കഴിച്ചു എന്നുള്ളത് വാസ്തവം, പക്ഷേ വെള്ളമില്ല. നമ്മൾ കണ്ടറിഞ്ഞ് വെള്ളം കൊടുത്തില്ലേ? അതാണ്. ഇതൊന്നും ഞാൻ ചെയ്യുന്നു കരുതി എൻ്റെ എഫേർട്ടല്ല, ഇതൊക്കെ അന്നദാനം ചെയ്യുന്നവരുടെ എഫേർട്ടാണ്. ആ അനുഗ്രഹം അവർക്കാണ് കിട്ടുന്നത്. കേട്ട് പാപ്പ ഇവங்களுக்கு വേണ്ട. அண்ணா நகர் எப்படி போகிறது? ஒரே ஸ்ட்ரைட் போங்க. டெட் எண்டில் ரவுண்டாக நம்ம அதில் லெஃப்ட் எடுத்து அடுத்த சிக்னலில் லெஃப்ட் எடுத்தீங்கன்னா நேரம் പോയി റെഡ് എൻഡിൽ പോയി ലെഫ്റ്റ് എടുത്ത് അടുത്ത സിഗ്നലിൽ ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഞാൻ കാഴ്ച കാണിച്ചില്ല. ஒரு அம்மா படுத்துட்டு இருக்காங்க, ஒரு அண்ணன் படுத்துட்டு இருக்காங்க. இந்த கேப்பில் கொண்டு போய் நிறுத்தம். ரைட் எடுத்துட்டு இந்த கேப்பில். சாப்பிட்டியாம்மா? வாங்க அண்ணா. വന്നു வந்துருச்சு. അത് വൈഫൈ കട്ടായി പോയത്. അവർ കഴിക്കുകയാണ് കേട്ടോ. സത്യം ആ ഒരു അനുഗ്രഹം മതി അന്നദാനം കൊടുക്കുന്നവർ രക്ഷപ്പെടാൻ. ഇന്നലെ ഈ അമ്മു എന്താ ചെയ്തതെന്നറിയോ? റോഡിലൂടെ കുറേ നായ്ക്കൾ കൂട്ടം കൂട്ടായിട്ട് വരികയാണ്. ഇവർ കിടന്ന് ഇങ്ങനെ ഒരച്ച് ബഹളം ഉണ്ടാക്കി. ഇവൾ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി നിർത്തി, അപ്പാ സാപ്പാട് വാങ്ങിക്കോങ്ക. കൂട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇവള് പറയണേ, വാങ്ക അക്ക. அஸ்ஸலாமு அலைக்கும் அக்கா. சரி அண்ணா போதுமா? சாப்பாடு தாங்க, சாப்பிடுங்க. അന്നേരം ഇവൾ ആ കൂട്ടത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പട്ടികളോട് പറയണേ, പോ പട്ടീന്ന്. പട്ടി ഇപ്പം പോവും, നോക്കിയിരുന്നോട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, പട്ടികളോട് പോകാൻ പറയണേ, നിനക്ക് വണ്ടി എടുത്ത് പോകാൻ പാടില്ലെന്ന് ചോദിച്ചാൽ പറയാൻ നമ്മളെ തുരത്തൂലേന്ന്. ഞാൻ പറഞ്ഞു, തുരത്തും, നമ്മൾ അതിനേക്കാൾ സ്പീഡായിട്ട് നമ്മൾ ഓടി പോകൂലേന്ന് ചോദിച്ചു. നമ്മൾ ഓടുമ്പോൾ അത് നമ്മുടെ പിന്നാലെ ഓടി വരും, ഇല്ലാന്നല്ല. അപ്പം നമ്മൾ നിർത്തരുത്. ഇവൾ അവിടെ നിന്നിട്ട് പട്ടികളോട് പറയാം, പോ പട്ടീന്ന്. ആരേലും പറയൂ ഈ വിഡ്ഢീത്തരം? ഓരോ സ്ട്രീറ്റിലും നോക്കും, പട്ടി ഉണ്ടെങ്കിൽ ആ സ്ട്രീറ്റ് വഴി വരില്ല. പക്ഷെ ഇവിടെ എല്ലാ സ്ട്രീറ്റിലും പട്ടി ഉണ്ട് എന്നുള്ളതാണ്. அண்ணா நகர் இப்படி தான் போகணும். நேரம் லெஃப்ட். நான் வந்து வெளியே போகணும் அண்ணா நகர். நீங்கள் அண்ணா நகர் அந்த இது காமிச்சிங்கன்னா பார்த்துக்கிறேன். ഓക്കെ. അണ്ണാനഗറിൽ എവിടെ പോകണമെന്ന് വെച്ചാൽ നമുക്ക് അണ്ണാനഗറിൽ എവിടെയും പോകാനില്ലല്ലോ. നമ്മൾ അതുവഴി വേറെ വഴിക്കല്ലേ പോകണം. കാണിച്ചില്ല, ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചില്ല. திருமங்கலம் ICF ஸ்ட்ரைட்டு. ஆமாம், சிக்னல் இருந்து லெஃப்ட் எடுத்தால் அண்ணா நகர். இப்படி அண்ணா நகர் ஃபர்ஸ்ட் அவென்யூ இப்படி தான் போகும். அங்கே போனால் அண்ணா நகர் செகண்ட் அவென்யூ. ആമാ അതാ അയാൾ ചോദിക്കുക, അണ്ണാ നഗറിൽ നിങ്ങൾക്ക് എവിടെ പോകണമെന്ന്. നമ്മൾ എവിടെ ഇഷ്ടമുള്ള എടുത്ത് പോകും. മട്ടു ചൊല്ലി കൊടുത്താ. ஆஹா அப்படியா? இவன் வீட்டுக்கு இல்லையே போகிறது. காலெல்லாம் மேலே தூக்கி வை வண்டியோடு. பின்ன காலில் அவன் ரோட்லேயே மிதிச்சிட்டு போகிறாங்க. வீட்டுக்கு இல்லையே அவன் போகிறது. ஆமாம், அப்படி நம்ம அப்படி ஆட்ட வேண்டாம், அவன் ஆட்டுட்டோம்.
நம்ம ஆட்டினே நம்ம ரோட்ல தான் படுத்துட்டு இருக்கோம். இந்த பாட்டி பாவம். பாட்டியம்மா பாட்டியம்மா வாங்க சாப்பிடலாம். சாப்பாடு ஒன்று போதுமா? ரெண்டு ரெண்டு கொடுத்துட்டு. சரிங்க. யாரு அவன் போட்டும், அவன் நம்ம பின்னாடி வந்து இப்ப முன்னாடி போயிருச்சுல. ஓஹோ, உன்னை பார்த்தா அவ்வளவு பயமா? கண்டிப்பா இந்திரா கூட பயப்படுறல. கண்டிப்பா இருக்கட்டும். அப்படி போடுமா, நீ தான் பட்டினி கிடக்கணும். 8 போட்டு நீயே வீட்டுல உட்காரு, அன்னதானம் இருக்காது எதுவும் இருக்காது. அப்ப நான் ஃபுல்லா கிளாஸ் எடுத்துட்டு உட்காருவேன். மெட்ரோ, அண்ணா நகர் ஈஸ்ட் மெட்ரோ. இந்தா இங்க ஒரு அண்ணன் வந்துட்டு இருக்காங்க. ஐயோ, அது எப்படி உனக்கு தெரியும் அவங்க சாப்பிட்டேன்னு? തമ്മണ്ണ മാതിരി നിൽക്കുന്നത്. അവള് പറയണേ ആ ചേട്ടൻ ഭക്ഷണം കഴിച്ചു എന്ന്. ഞാൻ ചാങ്ങനെ നിനക്ക് മനസ്സിലായി, പുള്ളി നിൽക്കുന്ന സ്റ്റൈല് കണ്ടില്ലേന്ന്. തമ്മന്ന നിൽക്കുന്ന പോലെ നിൽക്കുന്ന കാരണം പുള്ളി ഭക്ഷണം കഴിച്ചു എന്ന്. വേണ്ട അമ്മു, നമുക്ക് ഇതിലേറി ഉക്കാറില്ല അമ്മു. ഭാരത് ബെൻസ് ദോ முன்னாடி இருக்குது பாரா. கோழி வேஸ்ட் எடுத்துட்டு போறாங்க. நேரா போனோம் டி. மெட்ரோ தாண்டிருச்சு. அது வேற, இது அண்ணா நகர் ஈஸ்ட் மெட்ரோ லெஃப்ட். அப்ப ரைட்டு தான் போனோம். அண்ணா நகர் நம்ம கேட்டு பார்ப்போம், நீ கவலைப்படாத. இந்த அண்ணன்ட்டு கேட்போம். அண்ணா, அண்ணா நகர் எப்படி போனாண்ணா? இதுதான் அண்ணா நகர். வேற 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 இல்ல, ரவுண்டானம் தானே இது. இது நேரா போனா அண்ணா நகர் டவர் வரும்ல. நான் என்ன சொன்னோம் கிட்ட அண்ணா நகர் டவர் வரும். அது பக்கத்துல திருமங்கலம். ஐயோ அது வேண்டாம். அப்ப ரைட்டு போகணும். நான் உங்ககிட்ட அதானே சொன்னேன், ரைட்டு போகணும். அண்ணா நகர் டவர்ல போனோம். இந்த ரைட் தப்பாங்க, ஃபர்ஸ்ட் லெஃப்ட் ஒரு ஆர்ச் மாதிரி அது உள்ள போணும்னா அதான் நான் உங்ககிட்ட சொன்னேன், ரைட்டு கட் பண்ணணும். இல்ல இல்ல, நாங்க சுத்தி போறதுக்கு விரும்பலங்க. ഞാൻ പറഞ്ഞില്ലേ അണ്ണാ നഗർ റൈറ്റ് പോണേ അണ്ണാ നഗർ ടവർ വരുന്നു പറഞ്ഞില്ലേ. അവിടെ പോണ്ട, അവിടെ அப்படி போக கூடாது. நம்ம திருமங்கலத்துக்கு போயிடும். காலையில ஆகும் வீட்டுக்கு வந்து சேர்றதுக்கு. ചോദിച്ച് ചോദിച്ച് പോവാ. ഈ ചേട്ടനാ പറഞ്ഞു കൊടുത്തത്. അണ്ണാനഗറിലെത്തിയാൽ പിന്നെ നമ്മൾ എവിടെയും പോകും അല്ലമ്മോ. ഞങ്ങൾക്ക് അണ്ണാനഗർ എത്തിക്കിട്ടിയാൽ മതി, പിന്നെ ഞങ്ങൾ എവിടെയും ചുറ്റും. അണ്ണാനഗറാണ് ഞങ്ങളുടെ ടേണിംഗ് പോയിന്റ്. 200 ഷെയറായി, സൂപ്പർ. 300 ഞാൻ ചെയ്തോളാം. இங்கே இருந்து ரைட் எடுத்து லெஃப்ட் இல்லைண்ணா? தேங்க்ஸ் அண்ணா. நீங்கள் வீட்டுக்கு போங்க பத்திரமா. அண்ணா நகர். ஆஹா, அது திருமங்கலமோ. ஃபர்ஸ்ட் லெஃப்ட். ஆமா, ஃபர்ஸ்ட் லெஃப்ட் எடுத்தாலும் அந்த வழி தானே நம்ம போகும். சரி வேண்டாம் வேண்டாம், நம்ம இப்படி போகலாம். அவனும் அங்கே தான் வருவான் எப்படி. அதோ கை காமிக்குது பாரு, இந்த லெஃப்ட். இதோ ஒரு ஆர்ச் வரும்னு சொன்னல, இந்த லெஃப்ட் மூ. இந்த லெஃப்ட் எடுத்து ரைட்டு நீ போ மூ. ஆமா, அங்க யாரும் இல்லை. ஆமா, ஏதோ ஒரு மனுஷன் உட்காந்துருக்காங்க. இங்க கட்டிங் கிடையாது, வா நம்ம அப்படி போய் தான் கட் பண்ணணும். அவன் நமக்கு தப்பான வழி கொடுத்துருவான். அங்கே இருந்து ரைட்டு. போலீஸ் போட்டோமோ, ஹெல்மெட் இல்லைன்னா 500 இல்லமோ. இருக்கட்டும், அவன் ஏதாவது கேட்டுச்சுன்னா பணி ஆயிடும். நீ போகணும். அவன் வண்டி காலியாக இருக்காங்க, நம்மளை ஏற்றிட்டு போயிடுவாங்க. வேண்டாம், என்கிட்ட இப்போ 500 கிடையாதம்மோ. எனக்கு பயம் இல்லம்மோ. நான் ஒன்றை விட்டுட்டு அடுத்த பைய தூக்கி ஆட்டோ பிடிச்சி போயிட்டே இருப்பேன். தம்பி வாடா, வா 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 வாடா. உன்னை கூட்டிட்டு போயிட மாட்டான். வாடா. ஏன்டா உன்னை கூட்டிட்டு போயிடும் பயப்படுறியா? நீ பயப்படவே படாத, உன்னை கூட்டிட்டு எல்லாம் போக மாட்டேன். எத்தனை வேணும்? எத்தனை பேர் இருக்காங்க?
அப்பா அம்மா 4 பேரா? அப்ப 4 குடும்பம். அக்கா அவங்கள கூப்பிடுங்க, சாப்பிட்டியான்னு கேளுங்க. பேர் என்ன கண்ணா? கௌதம். அன்னைக்கு பார்த்தேன்ல ஆண்டி உன்னை, ஞாபகம் இருக்கா? எப்படி இருக்க? நல்லா இருக்க செல்லம்? ஐயோ சாப்பிடலையா நீங்க? பொறுமையா சாப்பிடுவாங்க. போதுமா? வேற யாராவது இருக்கா? ശരി ശരി ഓക്കെ ഗൗതം ബൈഡാ. അവര് പറയാണ് നല്ല നേരത്താണ് വന്നത്, ഞങ്ങൾ വിശന്നിരിക്കുകയായിരുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുക, ആരെങ്കിലും തരും, അത് കാരണം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ വന്ന് കൊടുത്തത്. അണ്ണാ വാങ്ക സാപ്പിടാം. എത്തിനെ ഇരിക്കിനി? എത്തിനെ ഇരിക്കാമോ? 10. இவர் ஒருத்தர் தானே இருக்கு. வேற யாராவது இருக்கே நீ? நளினி மாதாஜி. ஹரே கிருஷ்ணா. வேற யாராவது இருக்கா? யார നീ കൂടാമോ? ഒരുത്തർ ഫുഡ് കാടി പിടിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക ഒരാളോട്. ഒന്ന് കൂടെ കൊടു. ഒരാളെ ഭക്ഷണം അതെടുക്കല, ഞാൻ എടുക്കറ, നീ അത് കൂടാ. ഭക്ഷണം യാചിച്ചുകൊണ്ടിരിക്കുക ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്. നമ്മൾ കൊണ്ടുപോയി കൊടുക്കില്ലേ? അയാൾ കൊടുക്കില്ല. அம்மா 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 சாப்பிட்டியாம்மா? நீ சாப்பிட்டியா இல்லையா? அதோ நான் கொடுக்குறேன். ഒന്ന് കൂടെ കൂടമ്മ. അച്ഛനെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അവരോട് യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഒന്ന് കൊടുത്തു. അപ്പോഴാണ് നമ്മൾ ഫുഡ് കൊണ്ട് കൊടുത്തത്. ഒരമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കഴിച്ചില്ല അത്ര. സാപ്പിട്ടിട്ട് തൂങ്ക. അപ്പോൾ അതും കൊടുത്തു. ഇപ്പോഴമ്മ അമ്മേ നാരായണ. ഇനി ആറാവത് എത്തിനെ എടുക്കാമോ? എത്തിനെ? 3 or 4. അണ്ണാ സാപ്പിടുവാങ്ക. കുറേ പേര് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. വാങ്ങിക്കോങ്ക. ഇനി இருக்கா? இந்த எல்லாரும் இருக்குல்ல? சாப்பிட்டீங்களா? 2 இருக்கா? யாராவது இருக்கும்? அவர் கொண்டு வச்சுட்டு வந்துறியா? ஏன் திருப்புமான்னு தெரியலையே. அப்பா 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 இந்தாங்க சாப்பிடுங்க. വെച്ചിട്ട് വന്നിട്ട് അവരെ എഴുന്നേറ്റ് കഴിച്ചോളും. വരാതിരിക്കാൻ പാടില്ല. പോളാം. അവരെപ്പോഴായാലും എഴുന്നേറ്റ് കഴിക്കും. ഇനി ഒന്നാണുള്ളത്. എന്താങ്ങപ്പാ സാപ്പിട്ടീங்களா? അവർ കഴിച്ചു. ഇനി ആരെങ്കിലും ഇനി ആ ഒരു ഭക്ഷണം കൊടുക്കണം നമ്മൾ. ഒരേ ഒരു ഫുഡും കൂടി ഉണ്ട്. ആ ഒരു ഫുഡും കൂടി കൊടുത്താൽ കഴിഞ്ഞു. അയ്യോ അവൻ നല്ല പയ്യണ്ടി. ഓ കടവുളെ. ഇപ്പോഴത്തെ ഫാഷനായിട്ട് കീറിയ പാൻറ്റും ഷർട്ടും ഇട്ട് പോകുമ്പോൾ അവൾ പറയും അതേ ഒരാൾ പോകുന്നുണ്ട്. നോക്കുമ്പോൾ പയ്യൻ യോയോ പയ്യനാ. അടി കിട്ടിയനെപ്പം തന്നെ നമുക്ക്. நம்மளை பார்த்து கேட்டேனே, நீ என்ன பார்த்து என்னதான் நினைச்சு வச்சுட்டு இருக்கீங்க, கேவலமா நினைச்சு. நீ இப்படி கேவலமான ட்ரெஸ் போட்டு நடந்தா அப்படிதானே நம்மளுக்கு தெரியும். அதான் கிழிஞ்ச ட்ரெஸ் போடாம நல்ல ட்ரெஸ் போட்டு நடக்க வேண்டியதானே. அப்போ உன்னை பார்த்து யாரும் சாப்பாடு வேணுமான்னு கேட்க மாட்டேன்ல. அவ்வளவுதான், கேட்டு போயிட்டே இருக்க வேண்டியதான். ചീത്ത ഇങ്ങനെ കീറിയുള്ള ഡ്രസ്സ് ഇട്ടിട്ടേ നടക്കുമ്പം അവന് നമ്മൾ ഫുഡ് കൊണ്ട് കൊടുത്താൽ അവൻ നമ്മളെ ചീത്ത വിളിക്കില്ലേ.
யாரு ஐயா 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 வாங்க இந்தாங்க சாப்பிடுங்க அவ்வளோதான் சாப்பிடுங்க சாப்பிடுங்க ഫിനിഷ് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഭാർഗവീ നിലയത്തിലേക്ക് പോകാം അല്ലേ ഹരേ കൃഷ്ണ അപ്പം ചെന്നൈയുടെ രാത്രി കാണിച്ചത് ചേട്ടൻ ഐ ലവ് യു മാത്രമേ പറഞ്ഞുള്ളൂ ഉമ്മയും കൂടി തന്നോളൂ എന്നാൽ പിന്നെ ആ ഒരു സെറ്റ് പൂർത്തിയായി അപ്പം നോമിന് ചേട്ടനെ ബ്ലോക്ക് ചെയ്യാം എന്നേക്കുമായിട്ട് വൈകണ്ട അല്ലേ മഞ്ജരീസ് ഒരു സ്ത്രീജന ശക്തിയല്ല നല്ല നട്ടലുള്ള ആണുങ്ങളുണ്ട് ചേട്ടനെ പേജ് കയറി അവരങ്ങോട്ട് തരും അത് വേണ്ട ഓക്കെ ഞാൻ കാര്യം ഞാൻ ശ്രദ്ധിക്കില്ല കേട്ടോ ഐ ഡോണ്ട് കെയർ എന്താ ഇത് 2024 കേട്ടോ ആരാണവൻ എവിടെ നമ്മുടെ ചക്രായുധം എടുക്കൂ അയാള് പോയ വഴിക്ക് പുല്ലും കൂടി മുളക്കില്ലാന്ന് തോന്നുന്നുണ്ട് അത് നല്ല രാത്രി സൂപ്പർ രാത്രി അമ്മു അയ്യോ എങ്ക இந்த சைடு பாரு இந்த சைடு அந்த சைடு நோக்கி நீ உள்ள போமு நீ உள்ள போடி கொஞ்சம் ஃப்ரெண்டில் எடுத்துக்கோ நீ அவன் സ്കോഡ ബെൻസല്ലല്ലോ നമ്മൾ ഇങ്ങനെ നിന്നിക്കലാമോ രണ്ട് വണ്ടിയുടെ ഇടയിൽ കയറി നിൽക്കാം ஐயோ அதுக்குள்ளே போக முடியாதம்மு அவன் வேற ஏதோ வாய்க்கு தெரியாத பேர் இருக்கிற காரெல்லாம் வச்சிருக்கு 5 கோடி 2 கோடியெல்லாம் இருக்குமோ அவன் ஹெட்லைட்டு டெயில் லேம்பெல்லாம் அடித்தா நம்மளே அவன் வந்து காசு கேட்டுட்டே நிற்பான் നീ സീക്രം പോ പോലീസ് നമ്മ പിന്നാടിയേ ഇരിക്കും ഇവളോട് ഞാൻ 100 പ്രാവശ്യം പറയണ്ടേ മര്യാദയ്ക്ക് ഇവളോട് ഹെൽമെറ്റ് എടുത്ത് തലേ വെച്ചോളാം ഇവള് വെക്കത്തുമില്ല എന്നിട്ട് പോലീസിനെ കണ്ട ഓരോരോ വണ്ടീൻ്റെ ഉള്ളിൽ കയറ്റി വെക്കും എന്നിട്ട് ആരെങ്കിലും വണ്ടിയുടെ മുകളിൽ പോയി മുട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ പറയാ കഥ അവർ പിന്നെ നമ്മളോട് കാശ് വയ്ക്കും നല്ല കാര്യമുണ്ടോ അത് എന്നാൽ ആ ഹെൽമെറ്റാണെങ്കിൽ മെനാമ കൊണ്ടിട്ട് തലേന്നങ്ങാണ്ട് താഴെയിട്ട് അതും പൊട്ടിച്ചേക്കും അയ്യോ രക്ഷപ്പെട്ടു സത്യം ഇല്ലിപ്പോൾ 500 പോയാൽ അമ്മോ എലക്ഷൻ ടൈമല്ലേ മൊത്തം ചെക്കിംഗ് ആണേ നമ്മൾ ഹെൽമെറ്റ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് വിളിക്കും പിന്നെ 1 മണിക്കൂർ അവിടെ പോകും അതാണ് യെസ് നാളെയാണെന്ന് തോന്നുന്നു നാളേക്ക് തന്നെ ഈ എലക്ഷൻ ആമാ യെസ് നാളേക്കാണ് എലക്ഷൻ അതാ ഒരു പോലീസില്ലേ പറഞ്ഞത് അങ്ങ് പോയിട്ട് ആ എല്ലാ പോലീസും എലക്ഷൻ നടക്കുന്നിടത്തേക്ക് ചെന്നൈ മാവട്ടത്തേക്ക് നാളെ എലക്ഷൻ അങ്ങനെയാണ് കാര്യങ്ങൾ എന്നാ പിന്നെ കേരള വണ്ടി ആഹാ ഇത് ആരോ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നു കേരള വണ്ടി സ്കോഡ അല്ലേ അത് ഷവർലെറ്റിൻ്റെ ക്രൂസ് KL 25B നമുക്ക് പോയി ചോദിക്കാം ചേട്ടൻ കേരളത്തിലാണോ ചേട്ടാ എന്ന് ചോദിക്കാം അയ്യോ വേണ്ട എന്തിനാ വേണ്ട കേൾക്ക വേണ്ട നീ പോ ആ കേരളത്തിലെ വണ്ടി തന്നെ അത്രയും വലിയ വണ്ടി വെച്ചിട്ട് പുള്ളി ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കണേ അപ്പോൾ പെട്രോൾ കുറവാ AC ഇല്ല വണ്ടിയിൽ കേരളത്തിലെ വണ്ടിയാണ് ഇത് കേരള പറ്റി അപ്പടിയെല്ലാം പേസക്കൂടാതെ ആ ഡബ്ബ വണ്ടി ഇവള് നമ്മളെ കേരളത്തിനെ കുറ്റം പറയണേ ഞാൻ ഇവളോട് പറഞ്ഞതാ ഹെൽമെറ്റ് വെക്കാൻ ഇവൾ ആ ഹെൽമെറ്റ് എവിടെയോ കൊണ്ടിട്ട് തറയിലിട്ടിട്ട് പൊട്ടിച്ച് വെച്ചേക്കാം ആ ഹെൽമെറ്റ് ഉടഞ്ഞു പോയാമോ ഒരു ഹെൽമെറ്റ് വാങ്ങാൻ 100-300 രൂപയിലുള്ളൂ വെറുതെ പോലീസുകാരന് 500 രൂപ കൊടുക്കണമാവും അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവൂലെന്നേ എന്നിട്ട് നമ്മൾ കിടന്ന് ഇങ്ങനെ ടെൻഷൻ ആക്കി ഇവിടെ പിടിച്ചാൽ ഞാനും നിൽക്കണേ ഞാൻ നിൽക്കൊന്നുമില്ല നീ ഞാൻ വേഗം പോവും അന്ന് എന്നെ ഷൂട്ടിന് പോകുമ്പോൾ റോട്ടിൻ്റെ അവിടെ വെച്ചിട്ട് പോലീസ് നമ്മളെ പിടിച്ചു
എന്നിട്ട് നമ്മളോട് പറയാം ഹെൽമെറ്റ് ഒന്നും ഇല്ലാണ്ട് പോകണ്ടെന്ന്. പിന്നെ അയാളെ കയ്യും കാലും ഞാൻ പിടിച്ചു, എന്നിട്ട് ഫൈൻ അടച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഷൂട്ടിന് വന്നാൽ നിനക്ക് അസിസ്റ്റൻറ്റിനെ കാശ് കിട്ടില്ല, ഞാൻ അതിൽ നിന്ന് കുറയ്ക്കും, തരൂലെന്ന് പറഞ്ഞു. കൊടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. നിനക്ക് വേണ്ടി ഞാൻ 500 രൂപ കൊടുത്തില്ല, അത് ഞാൻ കുറച്ച് കളഞ്ഞു, തരൂലെന്ന് പറഞ്ഞു. അന്ന് മുതലൊരു ഹെൽമെറ്റ്. അതല്ല രസം. പോലീസുകാർ എന്നാ சொன்னீங்க ഗൂഗിൾ പേ പണ്ടുന്നില്ല. അപ്പം ഞാൻ പറയോ ചേട്ടാ എനിക്ക് ഗൂഗിൾ പേ ഇല്ല സാറേ, എൻ്റെ കയ്യിൽ അവൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു അയ്യോ സാറേ എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ല സാറേ. അപ്പോൾ ATM കാർഡ് തന്നെ. അയ്യോ സാറേ എൻ്റെ കയ്യിൽ ATM ഇല്ല സാറേ. ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ നാളെ വരുമ്പോൾ തരാമെന്ന്. ആഹാ ഞാൻ പറഞ്ഞു ആ സാറേ നാളെ ഹെൽമെറ്റ് ഇല്ലാതെ ഈ വഴിക്ക് 1000 രൂപ തിരിച്ചടയ്ക്കാം. അയ്യോ ചിരിച്ചൊരു വഴിയായി. അവസാനം എങ്ങനെയോ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു പോയിട്ട് വരാം സാറേ എന്ന് പറഞ്ഞു. ആ ശരി നടന്നത്. നമ്മൾ പിറ്റേന്ന് ആ വഴിക്ക് പോയില്ല, വേറെ വഴിക്ക് പോയി. കാരണം ആ വഴിക്ക് പോയാൽ പിന്നെയും പിടിക്കുന്നറിയാം. അപ്പം അങ്ങനെ கடவுளே நாளைக்கு மட்டும் உன் தலையில ஹெல்மெட் இல்லைங்களே பார்த்துக்கோமா, உன்னை அவ்வளோதான் நான் வெட்டி போடுவேன் ரோட்ல. நீ நல்லா வச்சுக்கோ, அந்த இட்லி குண்டால போட்டு உன்னை அவிச்சு வச்சுடும் சொல்லிட்டேன் நான். ஆமாம் உன்னை പീസ് പീസാക്കി അതിൽ അവിച്ചിടുവേ. ഇത് കണ്ടോ രാത്രിയിൽ ഇവിടെ മാത്രം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ചെന്നൈ ട്രിപ്പ് അടിക്കുക എല്ലാവരും. ഞാൻ വാങ്ങിയിട്ടില്ല, ഇവള് വാങ്ങി, അത് ഇവള് പൊട്ടിച്ച്. അതാ ഇവളുടെ പ്രശ്നം, അതാ കുഴപ്പം. ഓഹോ വിജയ് പ്രഭു പറയണം വാട്ട് എ ജോക്ക് എന്ന്. താങ്കൾ അമേരിക്കൻ ആണോ? ആണോ? ക്ലാസ് തുടങ്ങുമ്പോൾ കുറേ കമൻസുമായിട്ട് വരും. കമൻസ് പറയാൻ സമയം തരുമ്പോൾ കമൻസ് പറയില്ല. ഇനി ആരെങ്കിലും ക്ലാസ്സിൽ കമൻസ് പറയും നോക്കിക്കാൻ ശരിയാവും. ഇപ്പം കമൻസ് പറയും, അതിനാണ് ഞാൻ സമയം തന്നിരിക്കുന്നത്. ക്ലാസ്സിൻ്റെ അടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് മഹാഭാരതവും ഗീതയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കമൻസും പറഞ്ഞ് വന്നാൽ ശരിയാക്കും പിടിച്ചിട്ട് ഞാൻ. ഐ ലവ് യു പറഞ്ഞ ചേട്ടൻ പോയി, നമ്മുടെ ബാലണ്ണം പോയി. അണ്ണനെ പിന്നെ ഈ വഴിക്ക് കണ്ടില്ല, അവിടെ പോയൊന്നു പാവം. എല്ലാവരും കൂടി എന്നെ പേടിപ്പിച്ച് വിട്ടു. അത് ശരി. അനന്തു മതജ ഞാൻ വാങ്ങിയിട്ടേ ഇല്ല. ഓഹോ ഞാൻ എന്നെയാണല്ലേ ഉദ്ദേശിച്ചത്. വാങ്ങിയിട്ടേ ഇല്ല. ഞാൻ എൻ്റെ വണ്ടി ഭദ്രമായി വീട്ടിൽ വെച്ചിരിക്കുക. കാരണം എന്താ, അത് KL11 രജിസ്ട്രേഷനാണ്. അത് കണ്ടാൽ അപ്പോൾ പോലീസുകാർക്ക് കൈ നീട്ടണമെന്നൊരാഗ്രഹമാണ്. അപ്പോൾ അത് ഞാൻ സുരക്ഷിതമായി വീട്ടിലിരിക്കുകയാണ്. കുറച്ച് ലോക്കൽ ഓട്ടങ്ങൾക്ക് എടുക്കും. അത് പിന്നെ വണ്ടി ചോദിക്കും, പേപ്പർ ചോദിക്കും, ലൈസൻസ് ചോദിക്കും. പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടേ, ആവശ്യമില്ലാത്ത ലൈസൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ എവിടെ നിന്ന് എടുത്തെടുക്കാം. നീ ഹെൽമെറ്റ് എടുത്ത് കയ്യിൽ വെച്ചാലും നീ പോലീസിൽ தான் மாட்ட போற, நீ தலையில் எடுத்து வை முதல்ல ஹெல்மெட். அது பரவாயில்ல இருக்கிறது வச்சுக்கோங்க, நீ எடுத்து வை, முன்னாடி போனால் போலீஸு. நான் 500 ரூபாய் உனக்கு கொடுக்கவே மாட்டேன் போலீஸ் பிடிச்சி, அவ்வளோதான். அப்பாவுக்கு போதும். போலீஸ்கார்கிட்ட போய் சொல்லிட்டு வந்துடுவோம் போல இருக்கு. நான் போய் சொல்லுவேன், இவ ஹெல்மெட் வைக்கல சார் பிடிச்சிக்கோ சார்னு சொல்லிடுவேன். சென்னைக்கு வா, தயவு செஞ்சு பெட்ரோல் டேங்க் ஓப்பன் பண்ணாத, க்ளோஸ் பண்ணு. ഇതിവിടെ ഉടച്ചു വെച്ചിരിക്കുക. ഇത് കണ്ടോ, ഇതിവിടെ ഉടച്ചു വെച്ചിരിക്കുക അവള്. തിരുപ്പി മാട്ട് നീ വെച്ചുക്കോമോ. അയ്യോ നാരായണ, ആ ഹെൽമെറ്റ് പൊട്ടിച്ചു വെച്ചിരിക്കുക. ഹെൽമെറ്റ് മടിയ മാണത്തെ എടുത്ത് நம்ம செலோ டேப் வச்சு ஒட்டிக்கலாமா? ஒட்ட நிக்கலாம். அது நீ ப்ரௌன் செலோ டேப் தானே எடுத்த, ஒயிட் செலோ டேப் வச்சுக்கோ. സെലോ ടാപ്പ് വെച്ച് ഒട്ടിക്കണം. വാ പോരെ, ചെന്നൈക്ക് പോരെ. നമുക്കിവിടെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടിടന്ന് ഇങ്ങോട്ടിടന്ന് സുഖമായിട്ട് നടക്കാം. എന്താ ഒരു മൂഡ് ഓഫ് എല്ലാവർക്കും. ക്ലാസ് ഇല്ലാഞ്ഞിട്ടാ, പഠിക്കാൻ കുട്ടികൾ ഇതിനെ ധൃതിപ്പെട്ട് നിൽക്കാം. നാളെ എടുക്കാട്ടാ. മെട്രോ വർക്ക് ഇറക്കണം.
കോർണർ കോയമ്പേട് പൂന്നമല്ലി. സ്ഥലങ്ങളുടെ പേരൊക്കെ പഠിച്ചോളൂ. ആ ലെഫ്റ്റ് പോണം, പാരീസ് കോർണർ ലെഫ്റ്റ്. പൂന്നമല്ലി സ്ട്രൈറ്റ്. ആ റൈറ്റ് റൈറ്റ്. പൂന്നമല്ലി. കാണാം കാണാം, കണ്ണു കാണാം. இப்போ நம்ம பாரிஸ் போக வேண்டாம். ஆ போகலாம் போகலாம். ஒரு நாளைக்கு பாரிஸ்க்கு போகலாம். அம்மு பாரிஸ் போனால் நிறைய பேர் இருப்பாங்க அம்மு. நம்ம ஒரு நாளைக்கு 108 சாப்பாடு செஞ்சு போகலாம் பாரிஸ்க்கு. ஏகப்பட்ட மக்கள் இருக்கும் அம்மு. போகலாம் ஒரு நாளைக்கு. 108 கூட அங்கே பத்தாது. ரோடா உட்காந்துருப்பாங்க. காசு இது சாப்பாடுக்கு வாங்குறது காசு இல்லாமல், வீடு இல்லாமல் ஸ்ட்ரீட்லேயே படுத்துட்டு கிடப்பாங்க அவங்க ஃபேமிலியோட. நம்ம ஒரு நாளைக்கு 108 சமைச்சு பாரிஸ் போகலாம். அன்னே நம்ம அங்கேருந்து திங்ஸும் வாங்கிக்கலாம். இஷ்டமாயோ சென்னை. பத்தாது. ஆனால் இங்கேருந்து எடுத்துகிட்டு போகிறது தான் பெரிய தொல்லை. சும்மா கூப்பிடாத அவன் அப்படியே இருக்கணும். ഇഷ്ടമായോ? ഞങ്ങൾ വാങ്ങിക്കും മനുഷ്യ ഹെൽമെറ്റൊക്കെ. നിങ്ങളാരും വിഷമിക്കാതെ. തീർച്ചയായിട്ടും നാളെ ഇന്ന് രാത്രി തന്നെ നമ്മളത് സെല്ലോട്ടാ പൊട്ടിച്ച് ശരിയാവും. സ്ട്രെയിറ്റാ പോണോ? സ്ട്രെയിറ്റ് പോണം. കോയമ്പേടിലേക്ക് സ്ട്രെയിറ്റ്. വഴിയില്ല. കണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ക്യാമറ തുടച്ചതാ. ഇഷ്ടായോ? കോയമ്പേട് മാർക്കറ്റ്, കാളിയമ്മൻ കോയിൽ സ്ട്രീറ്റ്, കോയമ്പേട് ബസ് ടെർമിനൽസ്. ഇങ്ങേരുന്ന് റൈറ്റ് തന്നെ. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇവിടെയാണ് കേരളത്തിലേക്ക് പോണ ബസ്സൊക്കെ ഉണ്ടാവുക. നല്ല ക്രൗഡാണ് ഇവിടെ എപ്പോഴും. അതെ, 24 hours ചെന്നൈ ഇങ്ങനെയാണ്. നമുക്കിവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം റോഡ്, ഇല്ലെങ്കിൽ പണിയാം. കാരണം ഇവിടെ ഒരു സ്ഥലത്തും അങ്ങനെ മലയാളം ഉണ്ടാവില്ല. ബസ്സിൻ്റെ മുകളിലൊന്നും അങ്ങനെ ഇംഗ്ലീഷ് കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. മാക്സിമം നമ്മളിവിടെ റോഡ് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് യാത്ര ചെയ്യാൻ സുഖം. റോഡ് മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ പണിയാം. നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെക്കും, ഇല്ലെങ്കിൽ ചോദിച്ച് പോകും. ഇതൊക്കെ കേരളത്തിലേക്ക് പോണ ബസ്സുകളാണ് കണ്ടോ. AC നോൺ AC. ഈ സമയമാകുമ്പോൾ അവർ വിടുക. എന്നിട്ട് രാത്രി ഇതുണ്ട് കല്ലട ബസ്, ഇൻ്റർസിറ്റി, കളൈമക്കൾ ബസ്. ഇതെല്ലാം കേരളം, പിന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി അങ്ങനെയൊക്കെ പോകുന്ന ബസ് സ്റ്റേഷനാണിത്. കംപ്ലീറ്റ് ഇവിടെ കേരളത്തിലേക്കുള്ള ബസ്. പക്ഷെ എന്താ പറയുക, ഒരു സീറ്റിന് അവർ വാങ്ങുന്ന 2,500, 2-2.5. അതാണ് അവരുടെ റേറ്റ്. നമ്മൾ 2 പേര് യാത്ര ചെയ്യുമ്പോഴത്തെ 5000. സ്മാർട്ട് ബസ്, അതിൽ വൈഫൈ എല്ലാം இருக்கும். അത് ഒരു തലവേദനയാണ്. ഇങ്ങനെ ഇത്രയും 2 പേര് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കേരളത്തിലേക്ക്. അത് എമർജൻസി ടിക്കറ്റും കൂടി ചോദിക്കുകയാണെങ്കിൽ അവന്മാർ തോന്നിയ റേറ്റ് പറയും. എല്ലാ ഏജൻസികൾ കൈയടക്കി വെച്ചിരിക്കുക. എന്നിട്ട് എമർജൻസിക്കൊക്കെ നമ്മളിപ്പോൾ നാട്ടിലേക്ക് വരികയാണെങ്കിലേ അവർ നമ്മളോട് 2,500, 3,000, 3,500 ഒക്കെ പറയും. അതെന്താ? നമ്മൾ വഴി മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പോകാൻ എളുപ്പമാണ്. എൻ്റെ കൂടെ പാവം നിങ്ങളെല്ലാവരെയും ഞാനിങ്ങനെ ഇരുത്തിയേക്കുക അല്ലേ. കഷ്ടം. ഈ പാതിരാത്രി കേരളത്തിൽ കിടന്ന് ഉറങ്ങുന്ന നിങ്ങളെല്ലാവരെയും ഞാനോ ഊര് ചുറ്റാണ് ഇറങ്ങുന്നത്. ആ കൂട്ടത്തിൽ നിങ്ങളെ ഇറക്കിയിരിക്കുന്നു. കണ്ടോ, അടിച്ചു വാരുന്ന കുറേ ആൾക്കാർ. ഇന്നലെ നമ്മൾ ഇവർക്ക് സാധനങ്ങളൊക്കെ കൊടുത്തല്ലേ, അരിയൊക്കെ കൊടുത്തല്ലേ. രേവതിയൊക്കെ വന്ന് ചോദിക്കണം. എന്നിട്ട് അവർക്ക് നമ്മൾ അടുത്ത പ്രാവശ്യം അരി കൊടുക്കുമ്പോൾ കൊടുക്കണം. ഇനി ചെന്നൈയുടെ ഔട്ടർ ഉണ്ട്, ഒരു ദിവസം ഞാൻ കൊണ്ടുപോകാട്ടോ. ആറൻകണ്ടിയെ, തിരുവണ്ണാമലൈ, അതെല്ലാം ചെന്നൈയുടെ ഔട്ടറാണ്. ഭയങ്കര രസമാണ്. ചെന്നൈയുടെ ഔട്ടർ ഒരു
ഭയങ്കര രസം. അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും രീതികളും പഴയ ചെന്നൈയുടെ ഈ തമിഴ്നാട്ടിൻ്റെ സംസ്കാരം പഴയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു വരും അവർ. ആ 8ஆம் தேதியா? നെക്സ്റ്റ് മന്ത് 8ஆ? சரி போகலாம். തിരുവണ്ണാമല പോളാം നാളേക്ക്. അവിടെ വലിയൊരു ശിവൻ കോവിലുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു 9 ലിംഗമുള്ള ശിവൻ കോവിലുണ്ട്. 3 മണി നേരം തന്നെ അമ്മോ? 4 hours-ஆ? சரி போகலாம். ആ വരാം വരും. ഈ മെട്രോന്റെ പണി കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാഫിക് കഴിഞ്ഞു. മെട്രോന്റെ പണി കഴിയാത്തതാണ്. രാത്രി ചായ വിൽപ്പന കണ്ട ഭയങ്കര ഡസ്റ്റാന്നേ. മഴയൊന്നും ഇല്ലല്ലോ, രക്ഷയില്ല. പൊടി എന്ന് പറഞ്ഞാൽ അസാധ്യ പൊടിയാണ് ഇവിടെ. ഓരം പൊടിയാന്നറിയോ എൻ്റെ അമ്മോ. കണ്ണെല്ലാം നമുക്കൊരു മാതിരിയാവും. മണ്ണ് വായിലും മൂക്കിലും കണ്ണിലും എല്ലാം മണ്ണ് കയറും. അയ്യോ ചപ്പാത്തി വാങ്ങലേ അമ്മ? ഇല്ല അമ്മ. ஆஹா நீ வரவே இல்லையே மேலே. ஆமாடி ஒன்று பேலன்ஸ் இருக்கு, நான் அது உனக்கு போட்டு கொடுக்குறேன். ஆனால் எக்ஸ்பைரி டேட் ஆயிடுச்சு. അവൾ എന്നോട് പറയണേ, ഇന്നലെ നീ ചപ്പാത്തി വേണ്ടി നീ എനിക്ക് ഒരെണ്ണം പോലും തന്നില്ലല്ലോ എന്ന്. അപ്പം റൂമിലല്ല, വീട് ഫ്ലാറ്റ് അങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കണേ. നീ എനിക്കൊരു ചപ്പാത്തി തന്നില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു അയ്യോ നീ വന്നില്ലല്ലോ അമ്മ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അറിയാം ഒരു ചപ്പാത്തിയെങ്കിലും നിനക്ക് എനിക്ക് തരാമായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു ആ ഒരെണ്ണം ബാലൻസ് ഉണ്ടാകുമോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നീ പോരെ ഞാനത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ വഴിക്കേ വരൂലെന്ന്, വീട്ടിലേക്കേ വരൂലെന്ന്. അവള് ഒരു ചപ്പാത്തി ശരിക്കും ബാലൻസ് ഉണ്ട്. നമുക്ക് ഒരു കാലത്ത് കുറെ വിശപ്പ് സഹിച്ചതാ. നമുക്ക് ആ വിശപ്പിന്റെ വില മനസ്സിലാക്കും. ഓരോരുത്തർക്ക് സഹായിക്കുമ്പോൾ നല്ല കാര്യം തന്നെയല്ലേ. പാവങ്ങളെ അവർ കഴിക്കട്ടെ. നമ്മുടെ ജന്മം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തിട്ട് പോവാന്നേ അല്ലേ. അതിപ്പോ ഒരു ദിവസമല്ലേ. ഞാൻ അവളോട് പറഞ്ഞു ആ ഒരൊറ്റ ചപ്പാത്തി ബാലൻസ് ഉണ്ട്, നീ വേണമെങ്കിൽ വന്നോളൂ, അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാന്നോ. ഇന്നലെയും കൂടി അവളെന്നെ കൊലക്കാരിന്ന് വിളിച്ചു. കണ്ടോ, നീ ഞാൻ അവൾക്ക് കൊടുക്കൂല, പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് മാത്രമേ കൊടുക്കൂ, അവൾക്ക് വേണ്ടെന്ന്. ഈ ചായക്കട നോക്കിക്കേ, ആലടിപ്പട്ടിയാ. വേണ്ട അമ്മു പോളാമ്മു. ആ കടയിൽ ഒരുത്തനെ ചീത്ത വിളിച്ചത് ചായ വെക്കുന്നതിന്. എന്നിട്ട് അവളെന്നോട് അയ്യോ നീ ആ ഭാഗത്ത് നോക്കണ്ട അമ്മു, അവൻ നിന്നെ തന്നെ നോക്കുന്നു. വേണ്ട അവിടേക്ക് പോകണ്ട. എങ്ക கிடைக்கும் அம்மு சப்பாத்தி? போகிற வழியில் இருக்கும்ல. ശബരി എല്ലാം ക്ലോസ് பண்ணிருக்கு. ടൈം ആയിരിച്ചമ്മ മണി 10 ആ സമയത്രേ. അവക്കതൊക്കെ മതി അല്ല അമ്മു, ഉനക്ക് അതെല്ലാം പോതില്ല അമ്മു. എക്സ്പയറി ഡേറ്റ് മുടിഞ്ഞതെല്ലാം പോതും. നാളെ ഒരു തീപ്പെട്ടി കൊണ്ടുവന്നിട്ട് ഇതിന്റെ അടിയിലൊന്ന് കൊളുത്തി വിട്ടാൽ മതി. രാവിലെ ഒരു സിഗർ ലൈറ്റർ ഒരു തീപ്പെട്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് കൊളുത്തി കൊടുത്താൽ മതി, അവിടെ കിടന്ന് കത്തും. അമ്മ ചേച്ചിയുടെ ലൈസൻസ് പ്രളയത്തിൽ നഷ്ടപ്പെട്ടത് ഓക്കെ ആയോ? അടുത്ത പ്രളയം വരാറായി. അമ്മ இந்த வாட்டி ஃப்ளட் வரதுக்கு முன்னாடி நீ ஃப்ரிட்ஜ் எல்லாத்தையும் தூக்கி மேலே கொண்டு வந்துட்டு முன்னாடியே கொண்டு வந்து வச்சுக்கோ சரியா? அப்போ ஆமா மழை பெய்யும் அப்படியே நம்மளுக்கு ஒரு நியூஸ் வந்து தகவல் வந்துருச்சு வச்சுக்கோங்க, அப்போவே உன் ஃப்ரிட்ஜு பெட்டு எல்லாத்தையும் தூக்கி மேலே கொண்டு வந்து வச்சு நீ அப்படியே கீழே உட்காந்துக்கோ தண்ணியில் போட்டோம். ஃப்ரிட்ஜு சாலைகளை மேலே கொண்டு வரு, நீ அப்படி താഴെ പോകണം. ഓ ഇവിടെ എങ്ങും ഇല്ലടേ ചപ്പാത്തി ഇല്ലടേ. നമ്മ അന്നേക്ക് ഇങ്ങനെ തന്നെ സാപ്പിട്ടോ. വേണ്ട
ரெடிமேட் சப்பாத்தி தானே? எனக்கு ரெடிமேட் சப்பாத்தி தான் வேணும். இனி போய் என்னால் அது கோதம்பு இல்லை, பவுடர் இல்லை, ഗോതമ്പ് പൊടി ഇല്ല. നോക്കട്ടെ, നമുക്ക് ചപ്പാത്തി എവിടെയെങ്കിലും കിട്ടും. കിട്ടാതിരിക്കൂല. இருக்குமாவுണ്ട്. பேக்கெட் சப்பாத்தி கிடைக்காதுல்ல? சரி இருக்கான்னு பார்ப்போம். நான் கேட்டு பார்ப்போம். அண்ணா சப்பாத்தி இருக்கா? எவ்வளோ ஒன்று? எவ்வளோ? நீங்கள் திருப்பி அப்படி சொன்னீங்க. ஒரு நிமிஷம். ஒரு சப்பாத்தி 15 ரூபாவா? 15 ரூபாவா? வா போல. இதோ வர ஏடிஎம்ல இந்த காசு எடுத்துட்டு வரேன். இருக்குமா? சரி சரி வரேன். എനിക്ക് 15 രൂപ ചപ്പാത്തി വേണ്ടേ? എനിക്ക് വേണ്ട ചപ്പാത്തി, വേണ്ട എനിക്ക് അവരുടെ 15 രൂപയുടെ ചപ്പാത്തി. അണ്ണാ ചപ്പാത്തി இருக்கா? இல்லையா? ஆயிடுச்சா? ചപ്പാത്തി വേണ്ട 15 രൂപയ്ക്ക്. ആഹാ தெரியுது. ഒരു ചപ്പാത്തിക്ക് 15 രൂപ ഒന്നും എനിക്ക് വേണ്ട, പറ്റൂല. പിന്നെ ഉണ്ണികൃഷ്ണൻ പ്രഭുവിന്റെ വീട്ടിൽ 2 ചപ്പാത്തി ബാലൻസ് ഉണ്ടെന്ന്. അയ്യോ 15 രൂപ ഒരു ചപ്പാത്തിക്ക്. എനിക്ക് വിശപ്പില്ലെന്നേ. എടിഎമ്മിൽ പോയിട്ട് വരാം. കേട്ട് പാപ്പോ വേറെ എങ്കാച്ച ഇല്ലെങ്കിൽ ഞാൻ പോയി ചെറുപയർ പുഴുങ്ങി തിന്നും, കണ്ണിമാങ്ങ അച്ചാറും വെച്ചിട്ട്. എന്നോടാ കളി? ആഹാ, നമ്മളോട് കളി വേണ്ട. என்னது பாலா? காலையில் வாங்கிக்கலாமோ? இப்போ வேண்டாம், இப்போ பால் வாங்கினா நல்லா இருக்காது. ஃப்ரெஷ்ஷாக காலையில் வரும். உனக்கு பால் தானே வேணும் காலையில்? நான் கொடுக்குறேன். നമുക്ക് വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിലെ പലരും പറഞ്ഞിട്ടുണ്ട് ദുബായിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കിച്ചൂട്ടനില്ലേ, ധൈര്യമായിട്ടിരിക്കും. വിശക്കണടേ. തപ്പട്ടെ. சப்பாத்தி கிடைக்கல வச்சுக்கோங்க. அம்மு சப்பாத்தி இல்லைன்னா பிரச்சனை இல்லை அம்மு. கொஞ்சம் பாசிப்பயிறு இருக்கு, நான் அதை வேக வச்சுட்டு கொஞ்சம் அந்த மிளகா இருக்குல்ல அது ஃப்ரை பண்ணி அதில் போட்டு ஊறுக்காய் வச்சு அப்பளம் வச்சு சாப்பிட்டுக்கிறேன். ചപ്പാത്തിയിലെ നമുക്ക് ചെറുപയറുണ്ട്, അത് പുഴുങ്ങി തിന്നാം. അതും ഒരു ഇസ്കോൺ കോഫിയും സൂപ്പർ. ഉണ്ടോയെന്ന് നമുക്ക് ശ്രമിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തിന്നും. ഇത് ചപ്പാത്തി കുഴയ്ക്കുക, പരത്തുക, ഒരുക്കുക നടക്കൂല, സമയം കിട്ടുക. സമയം കിടയാത്. 40 അപ്പോൾ 45. അപ്പോൾ ശരി, നമുക്ക് കാണാം. ചപ്പാത്തി കിട്ടുമോ നോക്കട്ടെ, കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് അതുണ്ടാക്കി തിന്നാം. ഓക്കെ, പോട്ടെ എന്നാ, രാവിലെ കാണാം. ഇപ്പോൾ വേസ്റ്റ് എടുക്കുന്ന സമയം ഭയങ്കര സ്മെല്ലാണ്. അപ്പം ടാറ്റ, എല്ലാവരും പോയി സുഖമായി കിടന്നുറങ്ങും. നമുക്ക് നാളെ രാവിലെ കാണാം. ഇതൊക്കെ ഒരു പട്ടി നിർത്തുന്നു. അമ്മാടി, അമ്മ അയ്യോ, അതിൻ്റെ അടുത്ത് പോയി എന്ന് വെച്ചാൽ നമ്മളെ മൊത്തത്തിൽ തിന്നും. ഗുഡ് നൈറ്റ് പറയൂ. ഗുഡ് നൈറ്റ് ഇല്ലേ? ശുഭരാത്രി, സുഖനിദ്ര. നാളെ കാണാം. ശുഭരാത്രി. നമ്മുടെ വീട്ടിൻ്റെ അവിടെ എത്താറായി, നമ്മുടെ ഏരിയയിലെത്തി. 1-2 കടകളിൽ ചപ്പാത്തി ചോദിച്ചില്ല എന്നാണെങ്കിൽ നേരെ വീട്ടിൽ പോയി വയറ് കഴിച്ച് കിടക്കാം. വീട്ടെ നാളെ ഏകാദശിയാണ്, മറക്കണ്ട. ഏകാദശി എടുത്തോളൂ കേട്ടോ. നാളെ ജയപതാക് മഹാരാജിൻ്റെ വ്യാസപൂജയാണ്.